ഹരേ കൃഷ്ണ. ഈ രാധാനീലമാധവ് സത്സംഗത്തിലെ എല്ലാ ഭക്തന്മാർക്കും, ഈ ഓൺലൈൻ ക്ലാസ്സിൽ നമ്മളോടൊപ്പം പങ്കെടുക്കുന്ന എല്ലാ ഭക്തന്മാർക്കും വീണ്ടും നമ്മുടെ ചൈതന്യ ചരിതാമൃതത്തിന്റെ അടുത്ത സെഷനിലേക്ക് വളരെ ഹാർദവമായ സ്വാഗതം. നമ്മള് ചൈതന്യ ചരിതാമൃതത്തിന്റെ ആദി ലീല 13-ാമത്തെ അധ്യായം, അതായത് ചൈതന്യ മഹാപ്രഭുവിന്റെ ആവിർഭാവം എന്ന ആ ഒരു ഭാഗത്തേക്കാണ് കടക്കുന്നത്. കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി ഇതിനു മുമ്പ് പറയുന്നുണ്ട്, ഈ കഴിഞ്ഞ ചാപ്റ്ററുകളെല്ലാം, അതായത് നമ്മൾ ഗുരുതത്വത്തെക്കുറിച്ചും ചൈതന്യ ട്രീനെ കുറിച്ചും ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ട് പല ഭക്തന്മാരെ കുറിച്ചും ഒക്കെ കേട്ടതെല്ലാം ആമുഖമായിരുന്നു. ഇനിയാണ് യഥാർത്ഥത്തിൽ കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി എങ്ങോട്ടേക്ക് കിടക്കുന്നത്, മെയിൻ, അതായത് പ്രധാന വിഷയം എന്ന് പറയുന്ന ആ ഒരു ഡിസ്ക്രിപ്ഷനിലേക്ക് കടക്കുന്നത്. ചൈതന്യ മഹാപ്രഭുവിന്റെ ആവിർഭാവം മുതലുള്ള അദ്ദേഹത്തിന്റെ ലീലകളെ കുറിച്ചാണ് ചൈതന്യ ചരിതാമൃതത്തില് പ്രതിപാദിക്കുന്നത്. അപ്പൊ നമുക്കറിയാം, ചൈതന്യ ചരിതാമൃതം എന്ന് പറയുന്നത് ഗൗഡീയ വൈഷ്ണവിസം, അതായത് ചൈതന്യ മഹാപ്രഭുവിന്റെ പരമ്പരയിൽ വരുന്ന വൈഷ്ണവർക്ക് ഏറ്റവും അതോറിറ്റേറ്റീവ്, അതായത് ഏറ്റവും ആധികാരികമായിട്ടുള്ള ഗ്രന്ഥം ആണ് എന്നാണ് പറയുന്നത്. ചൈതന്യ മഹാപ്രഭുവിന്റെ ജീവിതത്തെക്കുറിച്ചും ചൈതന്യ മഹാപ്രഭുവിന്റെ ലീലകളെക്കുറിച്ചും എന്തെങ്കിലും നമ്മൾക്ക് സംശയമുണ്ടെങ്കിൽ എവിടെയാണ് റെഫറൻസ് ആയിട്ട് നമ്മൾ വെക്കുക? ചൈതന്യ ചരിതാമൃതം. ഇവിടെ കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി നമ്മളോട് ആദ്യമേ, അതായത് ചൈതന്യ ചരിതാമൃതത്തിന്റെ ആദ്യമേ പറഞ്ഞു. എന്താണ് പറഞ്ഞത്? ചൈതന്യ മഹാപ്രഭുവിന്റെ ജീവിതം പ്രതിപാദിക്കുന്ന ആ ഒരു പുസ്തകം എന്ന് പറയുന്നത് ഞാൻ എഴുതിയ പുസ്തകമല്ല. പിന്നെ ആരെഴുതിയ പുസ്തകമാണ്? വൃന്ദാവൻ ദാസ് ഠാക്കൂർ എഴുതിയ ചൈതന്യ ഭാഗവതമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ചൈതന്യ ഭാഗവതത്തില് പക്ഷെ ഭഗവാന്റെ ബാല്യകാല ലീലകളും അദ്ദേഹത്തിന്റെ സന്യാസം എടുക്കുന്നതിന് മുമ്പ് ഉള്ള ബാല്യകാല ലീലകളും ഒക്കെയാണ് ഒരുപാട് പ്രതിപാദിച്ചിരിക്കുന്നത്. അപ്പോ കൃഷ്ണദാസ കവിരാജ ഗോസ്വാമിയോട് ആ ചൈതന്യ ഭാഗവത വായിച്ചിരിക്കുന്ന അന്നത്തെ ഡിവോട്ടീസ്, ഭക്തന്മാര് വന്നിട്ട് അദ്ദേഹത്തിന്റെ ശേഷലീലകളെ കുറിച്ച്, അതായത് മധ്യലീല, അന്ത്യലീല എന്ന ഇതിൽ നമ്മൾ കാണുന്ന അദ്ദേഹത്തിന്റെ സന്യാസം സ്വീകരിച്ചതിന് ശേഷവും അദ്ദേഹത്തിന്റെ ജഗന്നാഥ്പുരിയിലെയും അദ്ദേഹത്തിന്റെ ട്രാവലും അങ്ങനെ ഒരുപാട് എക്സ്റ്റസി, ഭാവം, അദ്ദേഹത്തിന്റെ ശ്രീകൃഷ്ണ ഭഗവാനോടുള്ള അദ്ദേഹത്തിന്റെ ആ ഭക്തി, ഇതിനെല്ലാത്തിനെയും ഡീറ്റെയിൽഡ് ആയിട്ട് വിവരിക്കാൻ വേണ്ടിയിട്ട് ആർക്ക് സാധിച്ചിരുന്നില്ല? വൃന്ദാവൻ ദാസ് ഠാക്കൂർ എഴുതിയ ചൈതന്യ ഭാഗവതത്തിൽ സാധിച്ചിരുന്നില്ല. അപ്പോ അന്ന് അത് വായിച്ചിരുന്ന ഡിവോട്ടീസ് പറഞ്ഞു, ഞങ്ങൾക്ക് ചൈതന്യ മഹാപ്രഭുവിനെ ശേഷ പാസ്റ്റ് ടൈംസ്, അതായത് ആ മധ്യ ലീല, അന്ത്യലീലയിൽ പ്രതിപാദിക്കുന്ന അദ്ദേഹത്തിന്റെ ലീലകളെ കുറിച്ച് കേൾക്കാൻ ആഗ്രഹമുണ്ട്. അതുകൊണ്ട് അങ്ങ് എന്തെഴുതണം? ചൈതന്യ ഭഗവാനെ കുറിച്ച് എഴുതണം എന്ന് പറഞ്ഞു. പക്ഷേ കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി പറഞ്ഞു, ഞാൻ ഒരുപാട് വയസ്സായ ആളാണ്, എനിക്ക് അതിനുള്ള കഴിവുണ്ടോ ഇല്ലയോ എന്ന് അറിയില്ല. അപ്പോ കൃഷ്ണദാസ കവിരാജ ഗോസ്വാമിക്ക് ശ്രീ രാധാ മദൻ മോഹൻ തന്നെയാണ് സ്വന്തം ബ്ലെസ്സിങ് നൽകിയത്. എങ്ങനെയാണ് ആ കഥ നമ്മൾ കേട്ടു. അദ്ദേഹത്തിന്റെ കഴുത്തിലേക്ക് രാധാ മദൻ മോഹൻ വിഗ്രഹത്തിൽ നിന്നും ഒരു പുഷ്പമാല്യം വന്ന് വീഴുകയുണ്ടായി. അത് അദ്ദേഹം എന്തായിട്ട് എടുത്തു? അവരുടെ അനുഗ്രഹമായിട്ട് എടുത്തു. അത് മാത്രമല്ല, കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി പിന്നെ അദ്ദേഹത്തിന്റെ പേര് കൃഷ്ണദാസ എന്നായിരുന്നു. ആരാണ് ഇനി അദ്ദേഹത്തിന് കവിരാജ എന്നുള്ള പേര് നൽകിയത്? അത് സ്വയം ജീവഗോസ്വാമിയാണ് നൽകിയത്. കാരണം കവി രാജ എന്ന പേരിന്റെ അർത്ഥം എന്താണ്? പോയറ്റ്, അല്ലെങ്കിൽ കവികളിൽ രാജാവായി. അത്രയ്ക്ക് മനോഹരമായിട്ടാണ് അദ്ദേഹം കവിതയും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളെല്ലാം എഴുതിയിരിക്കുന്നത്. അത്ര ഹൃദ്യമായ ഭാഷയിലാണ് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് എന്ത് കിട്ടിയത്? കവിരാജ എന്ന് പറയുന്ന ഒരു പട്ടം തന്നെയാണ് കിട്ടിയത്. അതെങ്ങനെയാണ്? ജീവഗോസ്വാമിയാണ് നൽകിയത്. അത് ഗോവിന്ദ ലീലാമൃതം എന്ന പുസ്തകം അതിനെ ബേസ് ചെയ്തിട്ടാണ്. അതായത് ഗോവിന്ദ ലീലാമൃതം എന്ന വളരെ മനോഹരമായിട്ട് ഉള്ള ഒരു പുസ്തകം കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി എഴുതിയിട്ടുണ്ട്. അതിനുശേഷമാണ് അദ്ദേഹത്തെ കവിരാജ എന്ന് വിളിച്ചു തുടങ്ങിയത് തന്നെ. വളരെ പ്രായമായിരിക്കുന്ന അവസ്ഥയിൽ എങ്ങനെയാണ് ഞാനിത് കംപ്ലീറ്റ് ചെയ്യുക, എങ്ങനെയാണ് ഞാനിത് അവസാനിപ്പിക്കുക, അല്ലെങ്കിൽ അത് മുഴുമിപ്പിക്കുക എന്നൊക്കെ അദ്ദേഹത്തിന് വളരെ ചിന്തയുണ്ടായിരുന്നു. പക്ഷെ എങ്കിലും
അദ്ദേഹം എന്താണ് വളരെ മനോഹരമായിട്ട് ചൈതന്യ ചരിതാമൃതം വന്നിട്ട് നമുക്ക് വേണ്ടി ദാനം ചെയ്തു. അത് വളരെ സിമ്പിൾ ആണ് അല്ലെ. ബംഗാളി ലാംഗ്വേജ് അറിയില്ല എന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ നിങ്ങൾ വായിച്ചു നോക്കുമ്പോ ബംഗാളി എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ലാംഗ്വേജ് ആണ്. ശീല പ്രഭുപാദ് വീണ്ടും നമുക്ക് അതിനെ എന്താക്കി തന്നിരിക്കുന്നു, വളരെ ആസ്വാദ്യമാക്കി തന്നിരിക്കുന്നു. കാരണം ബംഗാളി അറിയില്ല എങ്കിലും അദ്ദേഹം അതിന്റെയും വേർഡ് ബൈ വേർഡ് ട്രാൻസ്ലേഷനും അതിന്റെയും പിന്നെ വിവർത്തനവും ഭാവാർത്ഥവും ഒക്കെ അദ്ദേഹത്തിന്റെ റിയലൈസേഷനും ഒക്കെ തന്നിട്ട് ഗൗഡിയ വൈഷ്ണവിസത്തിൽ എന്തായി, ഈ ഒരു ടെക്സ്റ്റ് അല്ലെങ്കിൽ ചൈതന്യ ചരിതാമൃതം എന്ന് പറയുന്നത് ശ്രീ ചൈതന്യ മഹാപ്രഭു അദ്ദേഹത്തിനെ കുറിച്ച് സ്വയം ഭഗവാനാണ് അദ്ദേഹം എന്നതിനെ കുറിച്ച് ഗൗഡിയ വൈഷ്ണവിസത്തിൽ അല്ലാതെ ആർക്കും വന്നിട്ട് അറിയുക പോലുമില്ല. അപ്പോ ശീല പ്രഭുപാദിന്റെയും മറ്റ് ആചാര്യഗണങ്ങളുടെയും കാരുണ്യം കൊണ്ടാണ് എന്ത് സംഭവിച്ചിരിക്കുന്നത്, നമുക്കും ഈ ഒരു വളരെ മനോഹരമായ കൃഷ്ണദാസ കവിരാജ ഗോസ്വാമിയുടെ ചൈതന്യ ചരിതാമൃതം വായിക്കാനും അതിനെ ആസ്വദിക്കാനും അതിലെ തത്വങ്ങൾ മനസ്സിലാക്കാനും ലീലകൾ കേൾക്കാനും ഒക്കെ എന്ത് കിട്ടുന്നത്, അവസരം കിട്ടുന്നത്. അപ്പോ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് ഈ ആചാര്യന്മാരെ എല്ലാം പ്രണമിച്ചുകൊണ്ട് ചെറിയൊരു കീർത്തനം ചെയ്യാം. ജയ രാധ മാധവ കുഞ്ച ബിഹാരി गोपीजन वल्लभ गिरिवरधारी जय राधा माधव कुंज बिहारी गोपीजन वल्लभ गिरिवरधारी यशोदानंदन व्रज जनरंजन यशोदानंदन व्रज जनरंजन यमुना तीर वनचारी यमुना तीर वनचारी जय राधा माधव कुंज बिहारी गोपीजन वल्लभ गिरिवरधारी जय राधा माधव कुंज बिहारी गोपीजन वल्लभ गिरिवरधारी हरे कृष्णा 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 हरे 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 राम 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 हरे हरे जय कृष्ण बलराम जय कृष्ण बलराम कृष्ण बलराम जय कृष्ण बलराम जय गौरानिताय जय गौरानिताय गौरानिताय जय गौरानिताय जय जय प्रभुपाद 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 जय जय प्रभुपाद जय जय गुरुदेव 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 जय जय गुरुदेव। ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय नमः ओम विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते भक्तिवेदांत स्वामिन्निति नामिने नमस्ते सरस्वते देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधरा श्रीवासादि गौर भक्त वृंद हरे कृष्ण 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 हरे 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 राम 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 हरे हरे ഹരേ കൃഷ്ണ. അപ്പൊ നമുക്ക് ഒന്നാമത്തെ വേഴ്സ്, അതായത് ശ്രീ ചൈതന്യ ചരിതാമൃതം ആദിലീല 13-ാം അധ്യായം 1-ാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കാം. കഴിഞ്ഞ ചാപ്റ്റർ വരെ നമ്മൾ എന്താണ് ഡിസ്കസ് ചെയ്തത്? ആമുഖം, അതായത് ഈ ഒരു ഗ്രന്ഥത്തില് പ്രതിപാദിക്കുന്ന കഥ അല്ലെങ്കിൽ വ്യക്തികളെ കുറിച്ചുള്ള ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ ആയിരുന്നു നമ്മൾ കണ്ടത്. ആരാണ് ചൈതന്യ മഹാപ്രഭു, ആരാണ് നിത്യാനന്ദ പ്രഭു, ആരാണ് അദ്വൈതാചാര്യ, എന്താണ് അവരുടെ പാർഷദന്മാർ, യഥാർത്ഥത്തിൽ അവര് ആ പാർഷദന്മാര്
ചൈതന്യ ലീലയിൽ ഇങ്ങനെ ആയിരുന്നെങ്കിൽ അവര് വൃന്ദാവന ലീലയിൽ എങ്ങനെയാണ്, ആരുടെ യഥാർത്ഥത്തിൽ അവരുടെ സ്വരൂപം എന്താണ്, ഇതൊക്കെ. അപ്പൊ ഇവിടെ ഒരു ചോദ്യം വരുന്നു, കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി ചൈതന്യ ലീലയില് കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി ആണെങ്കിൽ അദ്ദേഹത്തിന്റെ സ്വരൂപം എന്താണ്? ഗൗഡ ഗുണോദേശ ദീപികയിൽ അത് വ്യക്തമാക്കുന്നുണ്ടോ? ഉണ്ട്. കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി എന്ന് പറയുന്നത് കസ്തൂരി മഞ്ചരി എന്ന് പറയുന്ന ശ്രീമതി രാധാറാണിയുടെ വളരെ പ്രിയപ്പെട്ട മഞ്ചരിമാരിൽ ഒരാളാണ് എന്നാണ് പറയുന്നത്. പക്ഷേ നോക്കൂ, ഇതിന്റെ ആദ്യത്തെ സെന്റൻസ് തന്നെ, ഈ ശ്ലോകം നമുക്കൊന്ന് വായിച്ചു നോക്കാം. സപ്രസാദിതൗ ചൈതന്യ ദേവോ യസ്യ പ്രസാദത തല്ലീലാ വർണ്ണനെ യോഗ്യ സദ്യ സ്യാദഥമോപ്യയം. സപ്രസാദിതോ ചൈതന്യ ദേവോ യസ്യ പ്രസാദതഃ തല്ലീലാ വർണ്ണനെ യോഗ്യ സദ്യ സ്യാദ് അഥമോപ്യയം. സപ്രസാദിതോ ചൈതന്യ ദേവോ യസ്യ പ്രസാദതഃ തല്ലീലാ വർണ്ണനെ യോഗ്യ സദ്യ സ്യാദ് അഥമോപ്യയം. എന്താണ് ഇവിടെ? ആരാണ് കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി? ജീവഗോസ്വാമിയിൽ നിന്നും കവിരാജ പട്ടം നേടിയിരിക്കുന്നയാൾ. ചൈതന്യ മഹാപ്രഭുവിനെ കുറിച്ച് കണ്ണുകൾ അടച്ചു കഴിഞ്ഞാൽ തന്നെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നടന്ന എല്ലാ സംഭവങ്ങളെയും കുറിച്ചും ആധികാരികമായിട്ട്, എങ്ങനെയാണോ രാമായണം എഴുതാൻ രാമായണം എഴുതാൻ വാൽമീകിക്കും മഹാഭാരതം ഗ്രന്ഥങ്ങൾ ബാക്കിയുള്ളതെല്ലാം എഴുതാൻ വേണ്ടിയിട്ട് വ്യാസ മഹർഷിക്കും വന്നിട്ട് ജ്ഞാനവും അറിവും ഉണ്ടായിരുന്നത്, അതേപോലെ തന്നെ ചൈതന്യ ഭഗവാനെ കുറിച്ചുള്ള, ശ്രീ ചൈതന്യ മഹാപ്രഭുവിനെ കുറിച്ചുള്ള ലീലകൾ അദ്ദേഹത്തിന് കണ്ണടച്ചാൽ ദൃശ്യമാകുമായിരുന്നു. ആർക്ക്? കൃഷ്ണദാസ കവിരാജ ഗോസ്വാമിക്ക്. അപ്പോ കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി എന്ന് പറയുന്നത് സാധാരണ ആളല്ല എന്ന് നമ്മൾ പറഞ്ഞു. അദ്ദേഹവും സ്വരൂപം എന്തായിരുന്നു? വൃന്ദാവന ലീലയിൽ അദ്ദേഹം ആരാണ്? കസ്തൂരി മഞ്ചരി എന്ന് പറയുന്ന ഗോപിയാണ്. കസ്തൂരി മഞ്ചരി എന്ന് പറയുന്ന രാധാറാണിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മഞ്ചരിമാരിൽ ഒരാളാണ്, വളരെ പ്രിയപ്പെട്ട ഒരാളാണ്. അപ്പോ അദ്ദേഹം നോക്കൂ, ആദ്യത്തെ ശ്ലോകത്തില് ചൈതന്യ മഹാപ്രഭുവിന്റെ അഡ്വെന്റ് അല്ലെങ്കിൽ അവതാരത്തെ കുറിച്ച് വർണ്ണിക്കാൻ പോവുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നത് എന്താണ്? സ പ്രസാദിതോ ചൈതന്യദേവോ. ആരാണ് പ്രസാദിക്കേണ്ടത്? ചൈതന്യദേവൻ. പ്രസാദിക്കുക അല്ലെ? പ്രസാദിതോ ചൈതന്യദേവോ. ആരാണ്? ചൈതന്യ മഹാപ്രഭു തന്നെയാണ് പ്രസാദിക്കേണ്ടത്. എന്തിനാണ് പ്രസാദിക്കേണ്ടത്? യസ്യ പ്രസാദതഃ. എന്താണ്? അദ്ദേഹത്തിന്റെ കാരുണ്യമുണ്ടെങ്കിൽ മാത്രമേ തൽ ലീലാവർണ്ണനെ യോഗ്യ. എന്താകുകയുള്ളൂ? ഞാൻ അദ്ദേഹത്തിന്റെ ലീലകൾ വർണ്ണിക്കാൻ യോഗ്യനാവുകയുള്ളൂ. ആരാണ് ഞാൻ? കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി പറയുകയാണ്, അപ്പോ ഞാൻ ഈ കസ്തൂരി മഞ്ചരിയാണ്, ഞാൻ വളരെ പ്രധാനപ്പെട്ട മഞ്ചരിയാണ്, എനിക്ക് ഇവരുടെ എല്ലാ അനുഗ്രഹം കിട്ടിയിട്ടുണ്ട്, അതുണ്ട് ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി തന്റെ പുസ്തകത്തില് വളരെയധികം ഈഗോയോടുകൂടിയാണോ എഴുതുന്നത്? അല്ല. സദ്യ സ്യാദ് അധമോപ്യയം. ഞാൻ വളരെയധികം അധമനാണ്. വേറൊരു ഭാഗത്ത് അദ്ദേഹം പറയുന്നു, ഞാൻ ബധിരനും മൂകനും ഇല്ലിറ്ററേറ്റ്, അതായത് അജ്ഞനും, എങ്ങനെയാണ് ബാക്കിയുള്ളവരോട് പെരുമാറേണ്ടതെന്ന് അറിയാൻ പാടില്ലാത്തവനും, ഭൗതികവാദിയും, ഈവൻ ഒരു സ്റ്റൂളിൽ മലത്തിൽ കിടക്കുന്ന പുഴുവിനേക്കാൾ നിസ്സാരനുമാണ് എന്നൊക്കെ എഴുതുന്നു. നമ്മൾ വിചാരിക്കും കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി എന്തിനാണ് ഇങ്ങനെയൊക്കെ എഴുതുന്നത്? കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി ഇത്രയും മികച്ച ഒരു വ്യക്തി ആയതുകൊണ്ട് എന്തിനാണ് അദ്ദേഹം ഇങ്ങനെ അധമനാണ് എന്ന് എഴുതുന്നത്? ആധ്യാത്മിക ജീവിതത്തിൽ ഉന്നമനം പ്രാപിക്കാൻ വേണ്ടിയിട്ട് അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു ഗുണം എന്ന് പറയുന്നത് ഹ്യൂമിലിറ്റി അല്ലെങ്കിൽ വിനയം ആണ് എന്ന് നമ്മളെ പോലുള്ള പുതുഭക്തന്മാർക്ക് എങ്ങനെയാണ് ആധ്യാത്മികത പ്രാക്ടീസ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പൊ ആ പോകുന്ന വഴിയില് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇവരെ പോലെയുള്ള വലിയ വലിയ പരിശുദ്ധ ഭക്തന്മാർ വരെ എന്ത് ചെയ്യും? സ്വയം അധമരാണെന്ന് പറയും. പക്ഷെ നമ്മൾ അവര് പറയുന്നത് കേട്ടിട്ട് അവർ അങ്ങനെയുള്ളവരാണെന്ന്, കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി എന്ത് പറയുന്നു? ഞാൻ ബധിരനാണ്, മൂകനാണ്, അജ്ഞനാണ്, ഭൗതികവാദിയാണ്, പുഴുവിനേക്കാൾ നിസ്സാരനാണ്. ഇതൊക്കെ അദ്ദേഹം സ്വയമായിട്ടും ചെയ്യുന്ന വിശേഷണങ്ങളാണ്. പക്ഷെ ആ ഒരു ഭാഗം വായിച്ചിട്ട് നമ്മൾ അദ്ദേഹത്തെ അങ്ങനെ കാണാൻ പാടുണ്ടോ? ഇല്ല. ഇവിടെ എന്തുകൊണ്ടാണ് അദ്ദേഹം ഈ പ്രകാരം എഴുതിയിരിക്കുന്നത്? ആധ്യാത്മിക ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് എന്താണ് വേണ്ടത്? കൃപ.
ആ മേഴ്സി എന്ന് പറയുന്ന ഒരു കാര്യം അത്യാവശ്യമാണ് എന്ന് നമ്മളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം എന്താണ്? ശ്രീകൃഷ്ണ ചൈതന്യ മഹാപ്രഭുവിനെ കുറിച്ച് എഴുതാൻ സർവ്വഥാ യോഗ്യനാണ് അദ്ദേഹം. കാരണം അദ്ദേഹത്തിന് അത്രയധികം ആൾക്കാരുടെ അനുഗ്രഹവും ലഭിച്ചിട്ടുണ്ട്. സ്വയം ഭഗവാന്റെ അനുഗ്രഹവും ലഭിച്ചിട്ടുണ്ട്. ജീവഗോസ്വാമിയുടെ അനുഗ്രഹം ലഭിച്ചിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം പറയുന്നു അധമോപി അയം. അയം എന്ന് പറഞ്ഞാൽ ഞാൻ. അധമോപി അയം. അതായത് ഞാൻ അധമനാണ് എന്ന് പറയുന്നു. അപ്പൊ നോക്കൂ, എന്താണ് ചൈതന്യ I wish the grace of Lord Chaitanya Mahaprabhu, by whose mercy even one who is fallen can describe the pastimes of the Lord. നമ്മൾ ശ്രീമദ് ഭാഗവതത്തിന്റെ ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ ഒരു പ്രാർത്ഥന പറയും, മംഗളാചരണം. അതിന്റെ അകത്തൊരു വാക്കുണ്ട്, മൂകം കരോതി വാചാലം പങ്കും ലങ്കായതേ ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരും ദീനതാരിണം ശ്രീ ചൈതന്യമീശ്വരം. ഇല്ലേ? ഇങ്ങനെയാണ് നമ്മൾ പാടുന്നത്. എന്താണ് അതിന്റെ അർത്ഥം? നമ്മൾക്ക് ഈ ഭാഗവതം ഇപ്പൊ നമ്മൾക്ക് ഇതൊക്കെ എന്താണ്? ഇത് വെറും പുസ്തകങ്ങളല്ല, ആധ്യാത്മിക ഗ്രന്ഥങ്ങളാണ്. ഈ ആധ്യാത്മിക ഗ്രന്ഥങ്ങൾ എന്തുകൊണ്ടാണ് അതായത് നമ്മളെ പോലുള്ള താഴേക്കിടയിലുള്ള ഭക്തന്മാർ പുതിയതായിട്ട് വന്നതേ ഉള്ളൂ, ആധ്യാത്മിക ജീവിതം പ്രാക്ടീസ് ചെയ്യുന്നതേ ഉള്ളൂ, ശ്രദ്ധ, സാധുസംഗ, ഭജനക്രിയ ഇങ്ങനെയുള്ള പ്രവർത്തികളൊക്കെ ചെയ്ത് നമ്മളെ എന്താക്കിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. നമ്മള് ക്ലെൻസിങ് പ്രോസസ്, അതായത് ഒരു വൃത്തിയാക്കൽ പ്രോസസ്സ് നടക്കുന്നതേ ഉള്ളൂ നമ്മുടെ ഹൃദയത്തിൽ. പിന്നെ ഈ തരത്തിലുള്ള ഗ്രന്ഥങ്ങൾ, അതായത് ഭഗവത്ഗീത, ശ്രീമദ് ഭാഗവതം, വേദങ്ങൾ, ഉപനിഷത്തുകൾ, രാമായണം, മഹാഭാരതം, അല്ലെങ്കിൽ ചൈതന്യ ചരിതാമൃതം പോലെയുള്ള ആചാര്യന്മാരുടെ പുസ്തകങ്ങൾ വായിച്ച് എങ്ങനെയാണ് നമ്മൾ ചർച്ച ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാകുക? ഒരേ ഒരു കാര്യം കൊണ്ട് മാത്രമാണ് മനസ്സിലാകുന്നത്. എന്താണ്? മൂകം കരോതി വാചാലം. എന്താണ് മൂകം കരോതി വാചാലം എന്ന് പറയുന്നു? വാചാലം എന്ന് പറഞ്ഞാൽ എന്താണ്? നിർഗളമായി സംസാരിക്കുക എന്നാണ് അതിന്റെ അർത്ഥം. മൂകം ആരാണ്? ഒരു ബധിരനും മൂകനുമായിട്ടുള്ള ഒരാൾ എങ്ങനെയാണ് സംസാരിക്കുക? നമുക്ക് അത്ഭുതം തോന്നും അല്ലേ? അതേപോലെയാണ് നമ്മളുടെ കാര്യവും. അപ്പോ മൂകനും സംസാരിക്കാൻ പറ്റും. ആർക്ക് എന്തുണ്ടെങ്കിൽ? ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ അല്ലെങ്കിൽ ഗുരുവിന്റെ കൃപയുണ്ടെങ്കിൽ, ഭഗവാന്റെയും ഗുരുവിന്റെയും കൃപയുണ്ടെങ്കിൽ അയാൾക്ക് സംസാരിക്കാൻ പറ്റും. അതേപോലെ പങ്കും ലങ്കായത്തെ ഗിരിം. എന്താണ്? വളരെ കഷ്ടപ്പാടാണ് ഒരു മല കയറാൻ വേണ്ടിയിട്ട്. അതും ഒരു കാല് മുടന്തനായിട്ടുള്ള ഒരാളുടെ കാര്യം ആലോചിച്ച് നോക്കൂ, എങ്ങനെയാണ് കയറുക? അപ്പോ ഈ ഗിരി കയറണം എന്നുണ്ടെങ്കിൽ മുടന്തനായിട്ടുള്ള ആൾക്കാർക്കും സാധിക്കും. ആരുടെ കൃപയുണ്ടെങ്കിൽ? ഗുരുവിന്റെ കൃപയുണ്ടെങ്കിൽ. ഈ ഒരു കൃപ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ വളരെ അത്യന്താപേക്ഷിതമാണ്. ആ കൃപ ലഭിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താണ്? പാലം കടക്കുവോളം നാരായണ, പാലം കടന്നു കഴിഞ്ഞാൽ അങ്ങനെ പറയരുത് എന്ന് പറയും അല്ലെ? എന്താണ്? ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദി ഉള്ളവരായിരിക്കണം എന്ന് പറയും. നമ്മളുടെ ആധ്യാത്മിക ജീവിതത്തിൽ പല ആൾക്കാരും നമ്മളെ എന്ത് ചെയ്തിട്ടുണ്ട്? സഹായിച്ചിട്ടുണ്ട്, ഇപ്പോഴും സഹായിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ അവര് തള്ളുന്നത് കൊണ്ടാണ് നമ്മളുടെ വണ്ടി മുന്നോട്ട് പോകുന്നത് തന്നെ. ചൈതന്യചരൺ പ്രഭു ഒരു ക്ലാസ്സിൽ പറയുകയുണ്ടായി, പലതരത്തിലാണ് ആൾക്കാരെ നമ്മൾ കാണുക. അതായത് നമ്മുടെ ഭക്തി പലതരത്തിലാണ്. ഒന്ന്, നമ്മൾ കാറിനകത്തിരുന്ന് ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇരിക്കുകയാണ്. ആ കാറ്, അതിനകത്ത് ഇന്ധനമുണ്ട്, അതിനെ ഇഗ്നിഷൻ ചെയ്ത് അതിനെ ഡ്രൈവ് ചെയ്താൽ മുന്നോട്ട് പോകും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുകയാണ്? അത് മടിയാണ്. നമുക്ക് ഇഗ്നിഷൻ ഓൺ ചെയ്യാനും ഡ്രൈവ് ചെയ്യാനും ഒക്കെ മടിയാണ്. എന്താണ് ചെയ്യുക? പുറമെ ഭക്തന്മാർ നമ്മളെ തള്ളിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ പിന്നെ ഫോഴ്സിലാണ്, ബലത്തിലാണ് നമ്മളെ കാറ് മുന്നോട്ട് പോകുന്നത്. ഇപ്പോഴും നമ്മൾ അങ്ങനെയൊക്കെ തന്നെയാണ്. 10 ദിവസം നമ്മൾ ആരെയും കണ്ടില്ല എന്നുണ്ടെങ്കിൽ ജപിക്കാനും സേവനം ചെയ്യാനും ചിലപ്പോൾ നമുക്ക് എന്തായിരിക്കും? മടിയായിരിക്കും. അപ്പോ അതേപോലെ ഈ വണ്ടി തള്ളിക്കൊണ്ടിരിക്കുന്നത് ആരാണ്? ഗുരുവും സാധുക്കളും തന്നെയാണ്. നമ്മളെ കൊണ്ട് രാവിലെ എണീപ്പിക്കുന്നതും ഈ തരത്തിലുള്ള ക്ലാസ്സുകളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്, അതിനെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഇൻസ്പയർ ചെയ്യുന്നതും, പിന്നെ അതിനുള്ള ഓപ്പർച്യൂണിറ്റി തന്ന് നമ്മളെ ആ ഒരു മേഴ്സി നമുക്ക് തരുന്നതും, ഇതെല്ലാം ആരാണ്? നമ്മൾക്ക് നമ്മുടെ ശിക്ഷാ ഗുരുക്കന്മാരും ദീക്ഷാ ഗുരുവും കൂടിയാണ്. അപ്പോ അവരോടുള്ള കടപ്പാട് എന്ന് പറയുന്നത് എപ്പോഴും ഉണ്ടായിരിക്കണം. അത് മാത്രമല്ല, ഈ മേഴ്സി എന്ന് പറയുന്നത് എന്നും നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് അവർക്ക് സേവനം ചെയ്യാൻ പറ്റുകയുള്ളൂ. അവരെന്ത് സേവനമാണ് ചൈതന്യ മഹാപ്രഭുവിന്റെ പ്രസ്ഥാനത്തിന് അല്ലെങ്കിൽ ഗൗഡിയ വൈഷ്ണവിസ പ്രസ്ഥാനത്തിന് നൽകുന്നത്? പ്രീച്ചിങ്. അപ്പൊ നമ്മൾ അവരോട് ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ ആ പ്രീച്ചിങ് നമ്മൾക്കും ചെയ്യാൻ സാധിക്കും. എങ്ങനെ? നമ്മൾ അവരോട് നന്ദിയുള്ളവരായിരിക്കും. അപ്പൊ നമ്മൾ വിചാരിക്കും, എനിക്ക് ഇവർ പറഞ്ഞു തന്നത് കൊണ്ടാണ് ആധ്യാത്മികമായിട്ട് പുരോഗമിക്കാൻ പറ്റുന്നത്. അപ്പോ അവരുടെ സന്ദേശം
ഞാനും ബാക്കിയുള്ള ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ ഞാൻ അവരോട് എന്നും കടപ്പെട്ടവരായിരിക്കും. അങ്ങനെയാണ് ആ മേഴ്സിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അടുത്ത തലമുറയിലേക്ക്, നമ്മുടെ അടുത്ത ജനറേഷനിലേക്ക്, പ്രഭുപാദിന്റെ ഗ്രേറ്റ് 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 ഗ്രാൻഡ് ഡിസൈപ്പിൾസിലേക്കൊക്കെ എങ്ങനെയാണ് ഇത് എത്തിക്കുന്നത്? ഈ പ്രചാരണം എന്ന് പറയുന്നത് നമ്മൾ അവരോട് ചെയ്യുന്ന നന്ദി പ്രകാശനമാണ്. അപ്പൊ നോക്കൂ, ചൈതന്യ മഹാപ്രഭുവിനോട് അദ്ദേഹം കൃപ യാചിക്കുകയാണ് ആര്? കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി. To describe Sri Chaitanya Mahaprabhu or Lord Shri Krishna, one needs supernatural power. ശരിയാണ്. കാരണം വസുദേവ സത്വം ഭഗവാൻ അല്ലെ? നമ്മൾ ആരാണ്? ത്രിഗുണങ്ങൾക്കകത്ത്, അതും ഇൻഫീരിയർ മോഡ്സിൽ ഇരിക്കുന്ന ആൾക്കാർ. എങ്ങനെയാണ് പിന്നെ നമ്മൾക്ക് ഭഗവാനെ കുറിച്ച് സംസാരിക്കാനും അല്ലെങ്കിൽ നമ്മൾക്ക് ഭഗവാനെ കുറിച്ച് എന്തെങ്കിലും വർണ്ണിക്കാനും ഒക്കെ പറ്റുക? അതിന് സൂപ്പർ നാച്ചുറൽ പവർ വേണം. വിച്ച് ഈസ് ദി ഗ്രേസ് ആൻഡ് മേഴ്സി ഓഫ് ദ ലോർഡ്. അത് സ്വയം ഭഗവാൻ തന്നെങ്കിലേ, വെളിവാക്കി തന്നെങ്കിലേ പറ്റുകയുള്ളൂ അല്ലെ? Without this grace and mercy, one cannot compose transcendental literature. By dint of the grace of the Lord, however, even one who is unfit for a literary career can describe wonderful transcendental topics. Description of Krishna is possible for one who is empowered. Krishna Shakti Vina Nahe Tara Pravartana. Unless endowed with the mercy of the Lord, one cannot preach of the Lord's name, fame, qualities, form, entourage, and so on. It should be concluded, therefore, that the writing of Sri Chaitanya Charitamrita by Krishnadasa Kaviraj Goswami manifests specific mercy bestowed upon the author, although he thought of himself as most fallen. We should not consider him fallen because he describes himself as such. Rather, anyone who is able to compose such transcendental literature is our esteemed master. അതാണ് രണ്ട് തരത്തിലുള്ള വീക്ഷണം. ആ ഗ്രന്ഥകർത്താവ്, അതായത് കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി എങ്ങനെയാണ് സ്വയമേ കാണുന്നത്? ഞാൻ വളരെ ഫോളൻ ആണ്. അപ്പൊ എനിക്ക് ഗുരുവിന്റെയും ഭഗവാന്റെയും മേഴ്സി ഉണ്ടെങ്കിൽ മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ പറ്റുകയുള്ളൂ. അത് അദ്ദേഹത്തിന്റെ സ്വയമേ ഉള്ള ഹ്യൂമിലിറ്റിയാണ്, വിനയമാണ്. ഇനി നമ്മൾ പക്ഷെ അത് കണ്ടിട്ട് അദ്ദേഹം ഫോളൻ ആണ്, അദ്ദേഹം ഫോളൻ ആണെന്ന് പറയാൻ പാടില്ല. കാരണം എന്താണ്? അദ്ദേഹം അത്രയധികം എലിവേറ്റഡ് ആയിട്ടുള്ള ആളായതുകൊണ്ടാണ് ഇത് എഴുതാൻ തന്നെ അദ്ദേഹത്തിനെ തിരഞ്ഞെടുത്തത് തന്നെ. നമ്മളെ തിരഞ്ഞെടുത്തില്ലല്ലോ, വേറെ ആരെയും തിരഞ്ഞെടുത്തില്ലല്ലോ. അത് ആരാണ്? കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി. അതുകൊണ്ട് ചൈതന്യ മഹാപ്രഭുവിനെ കുറിച്ച് വർണ്ണിക്കാൻ വേണ്ടി അദ്ദേഹത്തെ തിരഞ്ഞെടുത്തത് എന്തുകൊണ്ടാണ്? അദ്ദേഹം അത്ര എംപവേർഡ്, അല്ലെങ്കിൽ അദ്ദേഹം അത്ര സ്പെഷ്യൽ, അദ്ദേഹം അത്ര എന്താ നമ്മുടെയൊക്കെ സ്പിരിച്വൽ മാസ്റ്റർ, ആചാര്യ ഗണത്തിൽ പെടുന്ന ആളായതുകൊണ്ടാണ്. അപ്പോ അവരുടെ വീക്ഷണവും നമ്മുടെ വീക്ഷണവും തമ്മിൽ വ്യത്യാസം ഉണ്ടായിരിക്കണം എന്നാണ് ശീല പ്രഭുപാദ് പറയുന്നത്. അതേപോലെ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണ്? മേഴ്സി, കൃപ. കൃപയാണ് നമ്മളുടെ ജീവിതത്തിൽ, ആധ്യാത്മികതയിൽ നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഏറ്റവും പ്രധാന ഫാക്ടർ. ആ കൃപ മനസ്സിലാകണം എന്നുണ്ടെങ്കിൽ ഒരാൾ ഹ്യൂമിലിറ്റി ഉള്ളവനായിരിക്കണം. ഹ്യൂമിലിറ്റി, ആ ഒരു വാക്കിന് വളരെ ആഴത്തിലുള്ള അർത്ഥമാണ് ഉള്ളത്. എന്താണ് ഹ്യൂമിലിറ്റി? സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഒരു ഉദ്ദേശമുണ്ടെന്ന് വിചാരിക്കും. ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ ആധ്യാത്മികതയിൽ എന്തെങ്കിലും പുരോഗതി നേടണം, ഈ കാര്യങ്ങളൊക്കെ ചെയ്യണം എന്ന ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നതെന്ന് വിചാരിക്കുക. ആ മുന്നോട്ട് പോകുന്ന വഴിയിൽ അതിന് പ്രതിബന്ധമായിട്ട് വരുന്ന നമ്മുടെ ഈഗോ, അതായത് എന്താണ്? നമ്മുടെ അഹംഭാവം. അതായത് ബാക്കിയുള്ളവരൊക്കെ എന്നെ അപ്രീഷിയേറ്റ് ചെയ്യണം, ബാക്കിയുള്ളവരൊക്കെ എന്നെ വാഴ്ത്തണം, ബാക്കിയുള്ളവരൊക്കെ ഞാൻ എന്തോ വലിയ ആളാണ് എന്ന് കരുതണം. അതായത് സാറ്റിസ്ഫാക്ഷൻ ഓർ ആൻസൈറ്റി ഫോർ ബീങ് ഓണേർഡ് ബൈ അതേഴ്സ്. അതായത് എന്താണ്? മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റാനുള്ള ഒരു ഈഗോ എല്ലാവരിലും ഉണ്ട്. നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അത് സ്വാഭാവികമാണ്, മനുഷ്യ സഹജമാണ്. ഏത് ചെറിയ കുട്ടിക്കും ഉണ്ട്. അതായത് ഒരു കുട്ടിയെ അമ്മ കുറച്ചു ദിവസം ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് വിഷമം വരും. കാരണം എന്താണ്? അതിന് ആ ഒരു അറ്റൻഷനും കെയറും, പിന്നെ അതിന്റെ ഒരു വലിയ 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 ഫോമിലേക്കാണ് എന്ത് പോകുന്നത്? ഈഗോ എന്ന് പറഞ്ഞു പോകുന്നത്. ഈ ഈഗോയിനെ നമ്മുടെ ഉദ്ദേശത്തിന് തടസ്സമായി നിൽക്കാൻ അനുവദിക്കുന്നില്ല എങ്കിൽ അതിനെയാണ് ഹ്യൂമിലിറ്റി അല്ലെങ്കിൽ വിനയം എന്ന് പറയുന്നത്. നമ്മൾ പോകുന്ന വഴിയിൽ ഒരുപാട് ഡിസ്ട്രാക്ഷൻസ് കാണും. അപ്പോ ഈഗോ നമ്മളുടെ വഴിയിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഡിസ്ട്രാക്ഷൻസിൽ പെട്ട് നമ്മളുടെ ലക്ഷ്യം മറന്ന് നമ്മൾ എങ്ങോട്ടെങ്കിലും ഒക്കെ പോകും. ഒരു ഫ്ലൈറ്റ് പറത്തുന്ന പൈലറ്റ്, അയാൾ ഒരു ഡിഗ്രി
മറിഞ്ഞോ ഒക്കെ പോയാൽ മതി, ആ ഫ്ലൈറ്റ് നേരെ വേറെ എവിടോട്ടേലും പോകും. അതുകൊണ്ട് തന്നെ പെർസിസ്റ്റന്റ്ലി അയാളുടെ ട്രാക്കിൽ നിൽക്കും. ആ ട്രാക്കിൽ നിൽക്കുന്നതിനെയാണ് നമ്മൾ ലക്ഷ്യത്തിലേക്ക് മുന്നേറുക എന്ന് പറയുന്നത്. നമുക്കും ഉണ്ട് ലക്ഷ്യം. എന്താണ് ലക്ഷ്യം? ആധ്യാത്മിക ജീവിതം എന്ന് പറയുന്നത് പരിശുദ്ധ ഭഗവത് സേവനം ലഭിക്കുന്നത് വരെ എന്താണ്? അപൂർണമാണ്. അതാണ് നമ്മളുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ ചെയ്യുന്നത് പ്രോസസ്സാണ്. അപ്പൊ ഈ പ്രോസസ്സിൽ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നേരെ എത്തണം എന്നുണ്ടെങ്കിൽ ഒരു പാത്ത് അല്ലെങ്കിൽ ഒരു വഴിയിൽ കൂടെ പോകണം. പക്ഷെ പോകുന്ന വഴിയിൽ പല ഡിസ്ട്രാക്ഷൻസ് ആണ്. നെയിം, ഫെയിം എന്നൊക്കെ പറഞ്ഞിട്ട് എന്താണ് അങ്ങനെയുള്ള കുറെ ഡിസ്ട്രാക്ഷൻസ് ഒക്കെയാണ്. ഈ ഡിസ്ട്രാക്ഷൻസ് വന്നു കഴിയുമ്പോൾ ആരാണോ ഈഗോയിസ്റ്റിക് അല്ലെങ്കിൽ അഹങ്കാരത്തോടെ യെസ് ഈ ഡിസ്ട്രാക്ഷൻസിലേക്കാണ് എന്റെ വഴി എന്ന് പറഞ്ഞ് വഴി തിരിച്ചു പോവാതെ അതിനെ തിരിച്ച് നേരെ വന്നിട്ട് കൃഷ്ണനിലേക്ക് തിരിച്ച് ആ ഡിസ്ട്രാക്ഷൻസിനെ എല്ലാം മാറ്റി കൃഷ്ണനിലേക്ക് ഏകീകരിക്കുന്നത് അല്ലെങ്കിൽ പോകുന്നത്, അയാളാണ് ഹ്യൂമിലിറ്റി ഉള്ളവൻ എന്ന് പറയുന്നത്. ഇപ്പോ നമ്മളെ കുറ്റം ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് റെസ്പോണ്ട് ചെയ്യാതിരിക്കുന്നതല്ല ഹ്യൂമിലിറ്റി എന്ന് പറയുന്നത്. ആൾക്കാരൊക്കെ എന്റെ തലേ കയറിക്കോട്ടെ എന്ന് വിചാരിക്കുന്നതല്ല ഹ്യൂമിലിറ്റി എന്ന് പറയുന്നത്. ഹ്യൂമിലിറ്റി എന്ന് പറയുന്നത് ഭക്തിയിൽ എന്താണ്, ആധ്യാത്മിക ജീവിതത്തിൽ നമ്മളൊരു മെസ്സേജ് കൺവേ ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന് വിചാരിക്കുക. ഉദാഹരണത്തിന് നമ്മളൊരു ക്ലാസ് എടുക്കാൻ പോവുകയാണ്. പുതിയ ആൾക്കാരാണ് മുമ്പിൽ ഇരിക്കുന്നതെന്ന് വിചാരിച്ചു. ആരാണ് സ്പീക്കർ? ഞാനാണ് സ്പീക്കർ. ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്? മൈൻഡ് കൺട്രോൾ, സെൻസ് കൺട്രോൾ, ആങ്കർ കൺട്രോൾ, ഇതിനെ കുറിച്ചൊക്കെയാണ് ക്ലാസ് എടുക്കാൻ പോകുന്നത്. അപ്പൊ ഞാൻ അവിടെ ക്ലാസ്സിൽ ചെന്നപ്പം പുതിയ ആൾക്കാരാണ്, അവർക്ക് അറിയില്ല എറ്റുക്കേറ്റ് എന്താണ്, എന്താണ് ക്ലാസിന്റെ നിയമങ്ങൾ എന്താണ്, അതെന്താണ്, ഇതെന്താണ്, എങ്ങനെയാണ് ബിഹേവ് ചെയ്യേണ്ടത് ഒന്നും അറിയില്ല. വെറും പുതിയ ആൾക്കാരാണ്. എന്താണ് 10-24 വയസ്സുള്ള കുട്ടികളാണെന്ന് വിചാരിച്ചു. കാരണം അവരുടെ ജനറേഷനും നമ്മുടെ ജനറേഷനും തമ്മിൽ ഒരുപാട് ചിന്തയിൽ വ്യത്യാസമുള്ളത് കൊണ്ട് അവരെന്ത് ചെയ്യുകയാണ്? സപ്പോസ് ഞാൻ അവരുടെ ക്ലാസ്സിൽ ചെല്ലുകയാണ്, ഞാൻ ഇതാണ് പഠിപ്പിക്കാൻ പോകുന്നത്. എന്ത്? മൈൻഡ് കൺട്രോൾ, സെൻസ് കൺട്രോൾ, പിന്നെ എന്താണ് ആങ്കർ കൺട്രോൾ, ഇതൊക്കെയാണ് പഠിപ്പിക്കാൻ പോകുന്നത്. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ ഞാൻ കാണുന്നു കുറെ ആൾക്കാർ ഫോണിൽ നോക്കിയിരിക്കുന്നു, കുറെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ വന്നതായിട്ട് അവർക്ക് മൈൻഡേ ഇല്ല. സ്പീക്കർ വന്നിട്ട് മൈക്കിന് മുന്നിൽ നിൽക്കുകയാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ഞാനാണെങ്കിൽ ദേഷ്യപ്പെട്ടിട്ട് മൈക്കിന്റെ മുന്നിൽ നിന്ന് വിളിച്ചു പറയുകയാണ്, നിങ്ങളൊക്കെ ഇങ്ങനെയാണോ ക്ലാസ് കേൾക്കാൻ വരുന്നത്? ഇങ്ങനെയാണോ പെരുമാറേണ്ടതെന്നും പറഞ്ഞിട്ട് 4 വാക്ക് ഞാൻ ഉച്ചത്തിൽ സംസാരിച്ചു കഴിഞ്ഞാൽ ഞാൻ കൺവേ ചെയ്യാൻ പോകുന്ന മെസ്സേജിന്റെ റെലവൻസ് എന്താണ് അവിടെ? എന്താണ് അതായത് ക്ലാസ് എടുക്കാൻ പോയത് എന്തിനാണ്? ആങ്കർ കൺട്രോൾ, മൈൻഡ് കൺട്രോളിനെ കുറിച്ചാണ്. എന്നിട്ട് ഞാൻ ചെല്ലുമ്പോഴേ ആ ഓഡിയൻസിന് ഒന്നും അറിയത്തില്ല. അവരുടെ ലെവല് മനസ്സിലാക്കാതെ ഞാൻ അവിടെ നിന്ന് അവരെ വഴക്ക് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് അത്? ആ മെസ്സേജ് കൺവേ ചെയ്യാൻ പറ്റാതെ പോകും. ഇത് അവോയ്ഡ് ചെയ്യുന്നതാണ് ഹ്യൂമിലിറ്റി എന്ന് പറയുന്നത്. അല്ലാതെ തോന്നുന്നവർക്കെല്ലാം തലയിൽ കയറിയിരിക്കാൻ വേണ്ടിയിട്ട് അവസരം കൊടുക്കുന്നതല്ല ഹ്യൂമിലിറ്റി. ആ ഹ്യൂമിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഫാൾസ് ആണ്. അങ്ങനത്തെ ഹ്യൂമിലിറ്റി അല്ല നമുക്ക് വേണ്ടത്. എന്താണ് നമുക്ക് വേണ്ടത്? നമ്മുടെ ഹ്യൂമിലിറ്റി എന്ന് പറയുന്നത്, ചൈതന്യ മഹാപ്രഭു തന്നെ ഉദാഹരണം പറയാം. ചൈതന്യ മഹാപ്രഭു മൂർത്തിഭാവമാണ് ഹ്യൂമിലിറ്റിയുടെ. അദ്ദേഹം വിനയത്തിന്റെ മൂർത്തിഭാവമാണെന്ന് പറയും. പക്ഷെ എല്ലാവരും അദ്ദേഹത്തോട് വൃന്ദാവനത്തിലേക്ക് പോകാൻ വേണ്ടി ഒരുങ്ങുമ്പോ അദ്ദേഹത്തോട് ഡിവോട്ടീസ് വന്ന് പറയും, പോവരുത് പോവരുത്, ജഗന്നാഥ് പുരിയിൽ തന്നെ ഇരുന്നാൽ മതി, പോവരുത് പോവരുത് എന്ന് പറയും. പക്ഷെ ചൈതന്യ മഹാപ്രഭു അവരെല്ലാരും പറയുന്നല്ലോ ഞാൻ വിനയമുള്ളവനാണ്, അത് കാരണം ഞാൻ അവിടെ തന്നെ ഇരുന്നോളാം എന്നും പറഞ്ഞിട്ട് അദ്ദേഹം സ്വന്തം ഡിറ്റർമിനേഷൻ അല്ലെങ്കിൽ ദൃഢനിശ്ചയം അല്ലെങ്കിൽ എന്തെങ്കിലും സേവനം ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അതിനെ അക്സെപ്റ്റ് ചെയ്ത് ഞാൻ വിനയമുള്ളവനായതുകൊണ്ട് ഞാൻ അവരെ ഇത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞില്ല. വളരെ സ്നേഹമസൃണമായിട്ട് അവരെ പറഞ്ഞു മനസ്സിലാക്കി സ്വന്തം ലക്ഷ്യം അദ്ദേഹം നേടുകയും ചെയ്തു. ശ്രീല പ്രഭുപാദിനെ ആലോചിച്ച് നോക്കൂ. അദ്ദേഹം അത്രയും ഹ്യൂമിലിറ്റി ഉള്ള ആളായതുകൊണ്ടാണ് ആ ഹിപ്പികളുടെ ഇടയിൽ, അതായത് അന്ന് എന്താണ് എങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന് പോലും ഒന്നും മനസ്സിലാവാത്ത ആ കുട്ടികൾ, സ്വന്തം തന്നെക്കാളും പ്രായം കുറഞ്ഞ കുട്ടികളാണ് അവരെല്ലാവരും. അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക, അവർക്ക് ഈ മെസ്സേജ് കൊടുക്കുക, അവരുടെ കൂടെ ജപിക്കുക, അവരെ ചാൻഡ് ചെയ്യാൻ പഠിപ്പിക്കുക, ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പക്ഷെ അദ്ദേഹം ഒരിക്കലും തന്റെ വാല്യൂസ് അല്ലെങ്കിൽ അനിയാമക തത്വങ്ങളെ വന്നിട്ട് ലൂസാക്കാൻ സമ്മതിച്ചില്ല. കാരണം എന്താണ്? അതിന്റെ പർപ്പസ് എന്താണെന്ന് ആർക്കറിയാം? ശ്രീല പ്രഭുപാദിന് അറിയാം. അപ്പൊ ഹ്യൂമിലിറ്റി എന്നുള്ള വാക്ക് നമുക്ക് തെറ്റിദ്ധരിച്ചുകൂടാ. ആൾക്കാരെല്ലാം വന്നിട്ട് നമ്മളെ ചെണ്ടയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സമ്മതിച്ചു കൊടുക്കുന്നതല്ല, അല്ലെങ്കിൽ കാർപ്പറ്റ് ആക്കാൻ വേണ്ടിയിട്ട് സമ്മതിച്ചു കൊടുക്കുന്നതല്ല ഹ്യൂമിലിറ്റി എന്ന് പറയുന്നത്. ഹ്യൂമിലിറ്റി എന്ന് പറയുന്നത് നമ്മൾ കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മെസ്സേജ് അല്ലെങ്കിൽ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു സന്ദേശം എന്ന് പറയുന്നത് അവർക്ക് പ്ലീസിങ് ആയിട്ടുള്ള തരത്തില് അല്ലെങ്കിൽ അവർക്കും കൂടി സന്തോഷകരമായി സ്വീകരിക്കാൻ പറ്റുന്ന തരത്തില് എന്ത് ചെയ്യുക? കൊടുക്കുക.
അതിന്റെ ദൃഢനിശ്ചയം എന്ന് പറയുന്നത് ഹ്യൂമിലിറ്റി രണ്ടും വന്നിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, കോമ്പീറ്റ് ചെയ്യാൻ പാടില്ല. ഹ്യൂമിലിറ്റി കൊണ്ട് ദൃഢനിശ്ചയം മാറിപ്പോയാൽ അത് ഹ്യൂമിലിറ്റിയാണ്. ദൃഢനിശ്ചയം കൊണ്ട് ഹ്യൂമിലിറ്റി ഇല്ലാതെ എന്താണ് അരഗന്റ് അവസ്ഥയിൽ പെരുമാറിയ അതും പ്രശ്നമാണ്. പക്ഷെ ഇതിനൊരു ബാലൻസ് വേണം. ഹ്യൂമിലിറ്റി എന്ന് പറയുന്നത് എന്താണ്, ലക്ഷ്യത്തിലേക്ക് നമ്മളുടെ ഈഗോ നമ്മളെ സപ്രസ് ചെയ്യരുത്, തടസ്സപ്പെടുത്തരുത്. കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി ഇവിടെ ഹ്യൂമിലിറ്റിയെ കുറിച്ച്, അല്ലെങ്കിൽ അദ്ദേഹം വളരെ വിനീതനായിട്ട് ഞാൻ വന്നിട്ട് എന്താണ് ഫോളൻ ആണെന്ന് പറയുന്നത് കൊണ്ട് നമ്മൾ ഈ ഒരു കാര്യം ഇവിടെ ഡിസ്കസ് ചെയ്തതാണ്. ആധ്യാത്മിക ജീവിതത്തിൽ പുരോഗമിക്കാൻ വേണ്ടിയിട്ട് ഹ്യൂമിലിറ്റിയും വേണം, കൃപയും വേണം. കൃപ എന്താണ് ശിശാഷ്ടകത്തിൽ പറയുന്നത്, ത്രിനാഥപി സുനീചേന തരോരവി സഹിഷ്ണുന അമാനീന മാനദേന കീർത്തനീയ സദാഹരി. എങ്ങനെയാണ് കീർത്തനീയ സദാഹരി ആകുന്നത്? ഹ്യൂമിലിറ്റിയും ടോളറൻസും ഉണ്ടെങ്കിലേ പറ്റുകയുള്ളൂ. എന്താണ് ത്രിനാഥപി സുനീചേന, അതിന്റെ അർത്ഥം ചവിട്ടി മെതിക്കാൻ വേണ്ടിയിട്ട് ഇട്ടുകൊടുക്കുക എന്നുള്ളതല്ല. ആധ്യാത്മിക ജീവിതത്തിൽ നമ്മൾ വളരെ പ്ലീസിംഗ് ആയിട്ട് മറ്റുള്ളവർക്ക് മെസ്സേജ് കൺവേ ചെയ്യുമ്പോൾ അവരെ ഹർട്ട് ചെയ്യാത്ത രീതിയിൽ ചെയ്യണം എന്നാണ്. അത് എല്ലാവരും അത് പ്രീച്ചേഴ്സിന്റെ മാത്രം കടമയല്ല, എല്ലാ ഭക്തന്മാരും അത് ചെയ്യണം. എന്നാൽ മാത്രമേ എന്ത് ആ ഒരു കമ്മ്യൂണിറ്റിയിൽ പരസ്പരം എന്ത് റെസ്പെക്ട് നിലനിൽക്കുകയുള്ളൂ. അപ്പോ അതാണ് ഹ്യൂമിലിറ്റിയെ കുറിച്ച് പറയാനുള്ളത്. നമുക്ക് രണ്ടാമത്തെ ശ്ലോകത്തിലേക്ക് കിടക്കാം. എന്താണ് അദ്ദേഹം, അപ്പൊ ആദ്യത്തെ ശ്ലോകത്തിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടി? ആദ്യത്തെ ശ്ലോകത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കി പങ്കും ലങ്കായത്തെ ഗിരും മൂക്കം കരോതി വാചാലം, ഇതെല്ലാം പോസിബിൾ ആണ്. എങ്ങനെ പോസിബിൾ ആണ്? ഭഗവാന്റെ കൃപയുണ്ട്. യത് കൃപാ തമഹം വന്ദേ ശ്രീ ഗുരും ദീനതാരിണം. അപ്പോ ചൈതന്യ മഹാപ്രഭുവിനോട് ആര്? കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി അപേക്ഷിക്കുകയാണ്, ഭഗവാനെ അങ്ങയുടെ ലീലകൾ വർണ്ണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അയോഗ്യനാണ്, പക്ഷേ ആ യോഗ്യത അങ്ങയുടെ കൃപയുണ്ടെങ്കിൽ എനിക്ക് ലഭിക്കും എന്ന്, അത് എന്നിൽ ചൊരിയണമേ എന്ന് പറയുകയാണ്. ജയ ജയ ശ്രീകൃഷ്ണ ചൈതന്യ ഗോരചന്ദ്ര ജയ ദ്വൈത ചന്ദ്ര ജയ ജയ നിത്യാനന്ദ. ഇനി ഇവിടെ നമ്മള് കുറച്ച് ശ്ലോകങ്ങളില് ചൈതന്യ മഹാപ്രഭുവിനെ ചന്ദ്രൻ എന്ന് വിശേഷിപ്പിക്കുന്നു. ചൈതന്യ ചന്ദ്രൻ, ഗോരചന്ദ്രൻ. നമ്മള് വളരെ മൂൺ എന്ന് വിശേഷിപ്പിക്കും. അതെന്തുകൊണ്ടാണെന്ന് കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി പറയും. നമുക്ക് ഈ ശ്ലോകം കഴിഞ്ഞിട്ട് നോക്കാം. ജയ ജയ ശ്രീകൃഷ്ണ ചൈതന്യ ഗോരചന്ദ്ര ജയ ദ്വൈത ചന്ദ്ര ജയ ജയ നിത്യാനന്ദ. ആരെ വർണ്ണിക്കുകയാണ്? ചൈതന്യ മഹാപ്രഭുവിനെയും പാർഷദന്മാരെയും വർണ്ണിക്കുകയാണ്. ചൈതന്യ മഹാപ്രഭുവിന് ജയ ജയ, ഓൾ ഗ്ലോറീസ്, ഓൾ ഗ്ലോറീസ് ടു അദ്വൈത ചന്ദ്ര. അദ്വൈത ആചാര്യർക്ക് എല്ലാ തരത്തിലുമുള്ള പ്രണാമങ്ങളും അർപ്പിക്കുന്നു. പിന്നെ നിത്യാനന്ദ പ്രഭുവിനും എല്ലാ തരത്തിലുമുള്ള പ്രണാമങ്ങളും അർപ്പിക്കുന്നു എന്ന് പറയുന്നു. അടുത്ത ശ്ലോകം, ജയ ജയ ഗദാധര ജയ ശ്രീനിവാസ ജയ മുകുന്ദ വാസുദേവ ജയ ഹരിദാസ. ആരാണ്? താൻ ഇത്ര നാളും ഡിസ്ക്രൈബ് ചെയ്ത ഈ 13 ചാപ്റ്ററിന് മുന്നേ 12 ചാപ്റ്ററുകളിലായിട്ട് ആരെ കുറിച്ചാണോ, ഏത് തത്വത്തെ കുറിച്ചാണോ, എന്തിനെ കുറിച്ചാണോ ഡിസ്കസ് ചെയ്തത്, എത്ര വ്യക്തികളെ കുറിച്ചാണോ ഡിസ്കസ് ചെയ്തത്, ആ വ്യക്തികളോട് എല്ലാം അദ്ദേഹം വന്നിട്ട് മനസ്സിൽ സ്മരിച്ചുകൊണ്ട് എന്ത് ചെയ്യുകയാണ്? അവർക്കെല്ലാം ഗ്ലോറീസ് അർപ്പിക്കുകയാണ്, മംഗളാചരണം. അതായത് ഒരു ചാപ്റ്റർ തുടങ്ങുന്നതിന് മുന്നും മംഗളാചരണയുണ്ട്, പുസ്തകം തുടങ്ങുന്നതിന് മുന്നും മംഗളാചരണയുണ്ട്. കാരണം ഇതെല്ലാം വന്നിട്ട് കോൺസ്റ്റന്റ്ലി നമ്മൾ അവരെ എന്ത് ചെയ്യുന്നു? ഓർമ്മിക്കുന്നു, അവരോട് നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു. ഇത് അറിയാൻ വേണ്ടിയിട്ടാണ്. കാരണം നമ്മൾ ഒരു ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ഈഗോ, അതായത് ഞാനാണ് ഇത് പ്രിപ്പയർ ചെയ്തത്, ഞാനാണ് ഇത് സംസാരിക്കുന്നത്, ഞാൻ കാരണമാണ് മറ്റുള്ളവർ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പോകുന്നത് എന്ന് ചിന്തിച്ചുകൂടാ. ഓരോ പ്രീച്ചേഴ്സും ചിന്തിക്കേണ്ടത്, ശീലപ്രഭുപാദന്റെ മെസ്സേജ് ആണ് ഞാൻ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്, വെറും മൈക്രോഫോൺ. എനിക്ക് അതിനകത്തൊന്നും ആഡ് ചെയ്യാനുള്ള കഴിവില്ല, കാരണം എനിക്ക് റിയലൈസേഷനേ ഇല്ല. ആർക്കാണ് പിന്നെ ഉള്ളത്? ഓൺലി ആ ആചാര്യ പരമ്പരയ്ക്കാണ് റിയലൈസേഷൻ ഉള്ളത്. ആ ആചാര്യ പരമ്പര പറയുന്നത് അതേപോലെ റിപ്പീറ്റ് ചെയ്യുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോ ഗ്ലോറിഫിക്കേഷൻ ആർക്കാണ് പോകേണ്ടത്? ആചാര്യ പരമ്പരയ്ക്കാണ്. അതാണ് കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി പറയുന്നത്, ജയ ജയ ഗദാധര ജയ ശ്രീനിവാസ ജയ മുകുന്ദ വാസുദേവ ജയ ഹരിദാസ. എല്ലാവരോടും അദ്ദേഹം ഗ്ലോറീസ് അർപ്പിക്കുകയാണ്. ജയ ദാമോദര സ്വരൂപ ജയ മുരാരി ഗുപ്ത ഏ സഭ ചന്ദ്രോദയേ തമ കൈല ലുപ്ത. ഇനി
ചൈതന്യ മഹാപ്രഭു മാത്രമല്ല അവിടെ ചന്ദ്രൻ എന്ന് പറയുന്നത്. ആരാണ്? ജയദാമോദര സ്വരൂപ. ആരാണ്? സ്വരൂപ് ദാമോദർ. ജയ മുരാരി ഗുപ്ത, അതും നമ്മൾ കേട്ടു. മുരാരി ഗുപ്ത എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഭക്തനെ കുറിച്ച് കേട്ടു. എന്നിട്ട് പറയുകയാണ് ഈ സഭ ചന്ദ്ര ഉദയേ. എന്താണ്? ഈ ചന്ദ്രന്മാര്, സാധാരണ നമ്മൾ ആകാശത്ത് ഒരു ചന്ദ്രനെ കാണുള്ളൂ, ഒരുപാട് സ്റ്റാർസിനെയും കാണും, ഒരു ചന്ദ്രനും ഒരു സൂര്യനുമാണ് കാണുന്നത്. പക്ഷെ ഇവിടെ മുഴുവൻ ചന്ദ്രന്മാരാണ്. എന്താണ്? ഏസഭ ചന്ദ്രോദയേ തമ കൈല ലുപ്ത. ലുപ്ത എന്ന് പറഞ്ഞാൽ കുറയുക, തമ എന്ന് പറഞ്ഞാൽ അന്ധകാരം, തമസ്, അല്ലെ? തമസോമ ജ്യോതിർഗമയ എന്നൊക്കെ പറയും. അപ്പോ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഇവരെല്ലാവരും ചന്ദ്രന്മാരാണ്. എന്തുകൊണ്ടാണ് അവരെ ചന്ദ്രൻ എന്ന് വിശേഷിപ്പിക്കുന്നത്? All glories to Swarup Damodar and Murari Gupta. All these brilliant moons have together dissipated the darkness of this material world. സാധാരണ മൂണല്ല, ഇങ്ങനെ ശോഷിച്ചിരിക്കുന്ന മൂണല്ല. എന്താണ്? ഫുൾ മൂണാണ്, പൂർണ്ണചന്ദ്രന്മാരാണ് എല്ലാവരും, ബ്രില്യന്റ് മൂൺസ്. അവരെല്ലാം കൂടെ ചേർന്ന് ഒരുമിച്ച് എന്താണ്? ഭൗതിക ലോകത്ത് ഉദിച്ചത് കൊണ്ട് എന്ത് സംഭവിച്ചു? ഭൗതിക ലോകത്തിന്റെ അന്ധകാരമേ ഇല്ലാണ്ടായി. എന്തുകൊണ്ടാണ് അവരെ മൂണെന്ന് വിളിക്കുന്നത്? നമുക്ക് നോക്കാം. ജയ ശ്രീ ചൈതന്യ ചന്ദ്രേര ഭക്ത ചന്ദ്രഗണ സബര പ്രേമ ജ്യോത്സ്നായ ഉജ്വല ത്രിഭുവന. എന്താണ്? ജയ ശ്രീ ചൈതന്യ ചന്ദ്രേര ഭക്ത ചന്ദ്രഗണ സബര പ്രേമ ജ്യോത്സ്നായ ഉജ്വല ത്രിഭുവന. എന്ത് പറഞ്ഞു? കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി പറയുകയാണ്, ജയ ശ്രീ ചൈതന്യ ചന്ദ്രേര. ആരാണ് ശ്രീ ചൈതന്യ മഹാപ്രഭു? ചന്ദ്രനാണ്. ഇനി ഭക്ത ചന്ദ്രഗണ, ആ ഭക്തന്മാരും, അതായത് ഇദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഈ തരത്തിലുള്ള എല്ലാ ഭക്തന്മാരും ആരാണ്? ചന്ദ്രന്മാരെ തന്നെയാണ്. സബര പ്രേമ ജ്യോത്സ്നായ, അവരെന്താണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത്? അവരുടെ ബ്രില്യൻസിന് കാരണം എന്താണ്? കൃഷ്ണപ്രേമമാണ്. സബാര എല്ലാവരുടെയും എന്താണ്? പ്രേമ ജ്യോത്സ്ന. ജ്യോത്സ്ന എന്ന് പറഞ്ഞാൽ എന്താണ്? ജ്യോത്സ്ന എന്ന് പറഞ്ഞാല് ലൈറ്റ്. എന്തിന്റെ ലൈറ്റ്? എന്തിന്റെ ബ്രില്യൻസ് ആണ്? പ്രേമ ജ്യോത്സ്ന. അതായത് ഈ ഒരു ബ്രില്യൻസ് അവർക്ക് ഉണ്ടാകാൻ കാരണം അവരില് പൂർണ്ണമായിട്ടും കൃഷ്ണപ്രേമം ഉള്ളത് കൊണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവരെല്ലാവരും പൂർണ്ണമായിട്ട് പ്രകാശിച്ചു നിൽക്കുന്ന ചന്ദ്രന്മാരെ പോലെ ഉണ്ടായിരുന്നത് എന്ന് പറയുന്നു. ഉജ്വല ത്രിഭുവന, 3 ലോകങ്ങളും, ഭൗതിക പ്രപഞ്ചം മുഴുവൻ, 3 ലോകങ്ങളും എന്ത് ചെയ്തിരിക്കുന്നു? അതിൽ വന്നിട്ട് പ്രകാശിച്ചിരിക്കുന്നു. നോക്കാം എന്തുകൊണ്ടാണ് മൂൺസ് എന്ന് പറയുന്നത്. All glories to the moons who are devotees of the principal moon, Lord Chaitanya Chandra. Their brilliant moonshine illuminates the entire universe. ശ്രീ ചൈതന്യ മഹാപ്രഭുവിനെ ചന്ദ്രൻ എന്ന് വിശേഷിപ്പിക്കും. ചൈതന്യ ചരിതാമൃതത്തിലാണോ ചൈതന്യ ഭാഗവതത്തിലാണോ ചൈതന്യ മഹാപ്രഭുവിനെ കുറിച്ച് വിശേഷിപ്പിക്കുന്നു? അകളങ്ക ഘോരചന്ദ്ര, അല്ല സോറി, അകളങ്ക ഘോരചന്ദ്ര ദിലദർശൻ സകലങ്ക ചന്ദ്രദേവ കുന പ്രയോജൻ. അതായത് ചോദിക്കുന്നു, ആ കലങ്ക ഘോരചന്ദ്ര. നമുക്ക് ചന്ദ്രനെ കുറിച്ച് പറയുമ്പോൾ ചന്ദ്രനിലെ എപ്പോഴും കാണുന്ന സാധനം എന്താണ്? സ്പോട്സ്, അല്ലെ? അതൊരു ചന്ദ്രന്റെ കുറവായിട്ടാണ് കാണുന്നത്. എന്താണ് സ്പോട്സ് എന്ന് പറയുന്നത്? അതായത് ചെറിയ ചെറിയ മാർക്കുകൾ അല്ലെങ്കിൽ പാടുകൾ. ചന്ദ്രൻ ഫുൾ ആണെങ്കിൽ കൂടി അതിൻ്റെ അകത്ത് എന്തായിരിക്കും? മാർക്സ് കാണും എന്ന് പറയും. പക്ഷെ ഇവിടെ ചൈതന്യ മഹാപ്രഭുവിനെ കുറിച്ച് പറയുന്നത് എന്താണ്? അകളങ്ക ഘോരചന്ദ്ര. എന്താണ്? ഒരു സ്പോട്ട് പോലും, ഒരു തെറ്റ് പോലും, അല്ലെങ്കിൽ ഒരു സ്വഭാവത്തില് ഒരു എന്താണ് കളങ്കം പോലും ഇല്ലാത്ത ചന്ദ്രനാണ്, ഫുൾ മൂൺ ആണ്. ആര്? ചൈതന്യ മഹാപ്രഭു. അകളങ്ക ഘോരചന്ദ്ര ദിലദർശൻ. ആര് ദർശനം തന്നു കഴിഞ്ഞു. പിന്നെ ആ ഭൗതിക ലോകത്തിലെ മൂണിനെ കമ്പയർ ചെയ്യുകയാണ്. ചൈതന്യ ചന്ദ്രനും എന്താണ് നമ്മുടെ സാധാരണ ചന്ദ്രനെയും കൂടെ കമ്പയർ ചെയ്യുകയാണ്. സകലങ്ക ചന്ദ്രദേവ കൂന പ്രയോജൻ. അതായത് സകലങ്ക, ആ പാടുകളുള്ള ചന്ദ്രദേവനെ എന്താണ് പ്രയോജനം? ചന്ദ്രദേവൻ ആരാണ്? ഗൗരചന്ദ്രൻ. അത്ര ഉജ്ജ്വലനായിട്ട് നമ്മുടെ ഭൗതിക ലോകത്തിലെ എല്ലാ തരത്തിലുമുള്ള അന്ധതയെയും നീക്കാൻ വേണ്ടിയിട്ട് ഉജ്ജ്വലനായിട്ട് പ്രകാശിച്ചു നിൽക്കുമ്പോ ഈ ചന്ദ്രദേവന് എന്തിനാണ് പിന്നെ എന്താണ് റെലവൻസ് അല്ലെങ്കിൽ പ്രസക്തി എന്താണുള്ളത് എന്ന് ചോദിക്കുകയാണ്.
അപ്പൊ അതേപോലെ ചൈതന്യ മഹാപ്രഭുവിനെ ചന്ദ്ര 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 എന്ന് പല വേഴ്സിലും നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്, നമ്മുടെ പാട്ടുകളിലും ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പോ in this verse we find the moon described as Chandragana, which is plural in number. This indicates that there are many moons. In the Bhagavad Gita, Lord says, Nakshatranam aham shashi. Among the stars, I am moon. All the stars are like the moon. Western astronomers consider the stars to be suns, but Vedic astronomers, following the Vedic scriptures, consider them moons. The sun has the ability to shine powerfully, and the moons reflect the sunshine and therefore look brilliant. In the Chaitanya Charitamrita, Krishna is described to be like the sun. The supreme powerful is the supreme personality of Godhead Sri Krishna, or Lord Sri Chaitanya Mahaprabhu, and his devotees are also brilliant, bright and illuminating because they reflect the supreme sun. Chaitanya Charitamrita says, Krishna Surya Sama Maya hoye andhakara yaha yaha Krishna taha nahi mayara adhikara. എന്താ പറയുന്നത്? ഇത് വളരെ നമുക്കെല്ലാം അറിയാം, നമ്മുടെ ബാക്ക് ടു ഗോഡേഡ് മാഗസിന്റെ മേലെ എഴുതിയിരിക്കുന്നു. ഗോഡേഡ് ഈസ് ലൈറ്റ്. എന്താണ്? നെസയൻസ് ഈസ് ഡാർക്ക്നെസ്. വെർ ദർ ഇസ് കൃഷ്ണ ദർ ഇസ് നോ നെസയൻസ് എന്ന് പറയുന്നു. അപ്പോ കൃഷ്ണ സൂര്യ സമ മായാഹെ അന്ധകാര യഹാ കൃഷ്ണ തഹ നഹി മായാരാധികാര. എന്താണ് പറയുന്നത്? കൃഷ്ണൻ സൂര്യനെ പോലെയാണ്, ഫുള്ളി എഫൾജന്റ് ആണ്. ശ്രീകൃഷ്ണ ഭഗവാൻ എല്ലാ ജ്ഞാനത്തിന്റെയും ഉറവിടമാണ്. ആധ്യാത്മിക ജ്ഞാനമോ ഭൗതിക ജ്ഞാനമോ എല്ലാ ജ്ഞാനത്തിന്റെയും ഉറവിടമാണ് ആര്? ശ്രീകൃഷ്ണ ഭഗവാൻ. ചൈതന്യ മഹാപ്രഭു സ്വയം ശ്രീകൃഷ്ണ ഭഗവാനാണ്. അദ്ദേഹത്തെ ചന്ദ്രൻ എന്ന് വിശേഷിപ്പിച്ചാലും അദ്ദേഹം സൂര്യൻ തന്നെയാണ്. പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെയാണ്. അപ്പോ ആ ഒരു സൂര്യന്റെ റിഫ്ലക്ഷൻസ് ആണ് ആര്? ഈ ചന്ദ്രന്മാരെല്ലാവരും. നോക്കൂ, ആ ചന്ദ്രന്മാർക്ക് പ്രത്യേകിച്ച് സെപ്പറേറ്റ് ആയിട്ടൊന്നും എന്ത് ചെയ്യാനില്ല, റിഫ്ലക്ട് ചെയ്യാനില്ല, അല്ലെങ്കിൽ തരാനില്ല. അത് എന്തുകൊണ്ടാണ് ഇല്യൂമിനേറ്റഡ് ആയിരിക്കുന്നത്, അല്ലെങ്കിൽ ബ്രൈറ്റ് ആയിട്ടിരിക്കുന്നത്, ഉജ്ജ്വലമായിട്ടിരിക്കുന്നത്? സൂര്യന്റെ ലൈറ്റ് റിഫ്ലക്ട് ചെയ്യുന്നത് കൊണ്ടാണ് ചന്ദ്രൻ ബ്രൈറ്റ് ആയിട്ടിരിക്കുന്നത്. അപ്പൊ ആധ്യാത്മിക ജ്ഞാനം അതുപോലെയാണ്. ആചാര്യ പരമ്പര ചന്ദ്രന്മാരാണെന്ന് പറയുന്നതിന് കാരണം എന്താണ്? ഈ പാർഷദന്മാരും ആചാര്യന്മാരും എല്ലാം ചന്ദ്രന്മാരാണ്. കാരണം എന്താണ്? സ്വയം ശ്രീകൃഷ്ണ ഭഗവാന്റെ അദ്ദേഹം തരുന്ന ജ്ഞാനം അതേപടി എന്ത് ചെയ്യുകയാണ്? ട്രാൻസ്മിറ്റ് ചെയ്യുകയാണ് ആര് ചെയ്യുന്നത്? ഈ ആചാര്യ പരമ്പരയും ചൈതന്യ മഹാപ്രഭുവിന്റെ പാർഷദന്മാരും എല്ലാം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവർ അതോറിറ്റേറ്റീവാണ്, ആധികാരികമാണ്. നമുക്ക് കണ്ണുമടച്ച് വിശ്വസിക്കാം. എന്താണ്? ആചാര്യ പരമ്പരയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ സംശയലേശം എന്നേ എന്ന് പറയും അല്ലെ. ഒരു സംശയവും കൂടാതെ എന്ത് ചെയ്യാം? വിശ്വസിക്കാം. കാരണം എന്താണ്? they are giving the same message as ശ്രീകൃഷ്ണ. ചൈതന്യ മഹാപ്രഭു എന്ത് മെസ്സേജ് തന്നു? ശ്രീകൃഷ്ണ ഭഗവാൻ ഭഗവത്ഗീതയിൽ എന്ത് മെസ്സേജ് തന്നു? ഭാഗവതത്തിലെ സ്വന്തം ഭക്തന്മാരോടുള്ള ലീലകളിൽ എന്ത് മെസ്സേജ് നമ്മൾക്ക് തന്നു? ഇതെല്ലാം സെയിം എന്താണ്? ആ മെസ്സേജ് തന്നെയാണ് ചൈതന്യ മഹാപ്രഭു സ്വന്തം പാർഷദന്മാരോടൊപ്പമുള്ള ലീലകളിലും നമുക്ക് തരുന്ന മെസ്സേജ്. അതേ മെസ്സേജ് തന്നെയാണ് ശ്രീല പ്രഭുപാദിന് മുന്നേയുള്ള ആചാര്യ പരമ്പര നൽകിയ മെസ്സേജ്. അതേ മെസ്സേജ് തന്നെയാണ് ശ്രീല പ്രഭുപാദ് നമുക്ക് നൽകിയ മെസ്സേജ്. അതുകൊണ്ട് തന്നെ ഈ ചന്ദ്രന്മാരെന്ന് പറയുന്നത് ആരാണ്? സ്വയം ശ്രീകൃഷ്ണ ഭഗവാന്റെ നോളജ് വന്നിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ സംശയലേശമെന്നെ എന്ത് ചെയ്യാം? നമുക്ക് അവരെ വിശ്വസിക്കുകയും ചെയ്യാം. in the Chaitanya Charitamrita അതാണ് പറയുന്നത്, കൃഷ്ണ is bright like the sun. As soon as the sun appears, there is no question of darkness or nescience. Similarly, the present verse also describes that by the illumination of all the moons, brightened by the reflection of the Krishna sun, or by the grace of all the devotees of Chaitanya Mahaprabhu, the entire world will be illuminated. അത് ഒരു വിഷനാണ് ശ്രീല പ്രഭുപാദിന്റെ. ഈ ഒരു സെന്റൻസ് എന്താണ്? ശ്രീല പ്രഭുപാദിന്റെ ദീർഘവീക്ഷണമാണ്. നമ്മൾ കാണുന്നുണ്ട് അല്ലെ, ചെറിയ ചെറിയ ചേഞ്ചസ്. നമുക്ക് ബട്ടർഫ്ലൈ ഇഫക്റ്റ് എന്ന് പറയും. എന്താണ് ബട്ടർഫ്ലൈ ഇഫക്റ്റ് എന്ന് പറയുന്നത്? ഒരു പറച്ചിലുണ്ട്, ഒരു കൊടുങ്കാറ്റുണ്ടാകുന്നത് എങ്ങനെയാണ്? ഒരു കുഞ്ഞു ബട്ടർഫ്ലൈ തന്റെ ചിറകനക്കുമ്പോൾ ഉണ്ടാകുന്ന ഫോഴ്സുകൾ, അതെല്ലാം കൂടെ ചേർന്നിട്ട് ഒരു കൊടുങ്കാറ്റായി മാറും എന്ന് പറയാറുണ്ട് അല്ലെ.
അത് സംഭവ്യമാണോ നമ്മൾ ചിന്തിക്കും, യെസ് സംഭവ്യമാണ്. കാരണം ഒരു ബട്ടർഫ്ലൈക്ക് ഒരു ഊർജം ഉണ്ടാക്കാൻ പറ്റും. അതേപോലെ ക്യുമുലേറ്റ് ചെയ്തിട്ട് ഒരുപാട് ബട്ടർഫ്ലൈസ് ഒരുമിച്ച് ചേർന്ന് ഒരു വലിയ ഊർജം ഉണ്ടാക്കാൻ പറ്റും. അതേപോലെ ശ്രീല പ്രഭുപാദിന്റെ ദീർഘവീക്ഷണമാണ്. എന്താണ് ദീർഘവീക്ഷണം? ചൈതന്യ മഹാപ്രഭുവിന്റെ വീക്ഷണം തന്നെയാണ്. എന്താണ്? പൃഥ്വിച്ചെ ആച്ചെ യതി നഗരാദി ഗ്രാമ സർവത്ര പ്രചാര വൈബേ മോരനാമ. എന്താണ്? എവിടെ ലോകത്തിൽ എന്തുണ്ടോ, നഗരങ്ങളും ഗ്രാമങ്ങളും ഒക്കെ ഉണ്ടോ, അവിടെ എല്ലാം എന്റെ നാമം, അതായത് ഹരിനാമം പ്രചരിപ്പിക്കപ്പെടുമെന്ന്. അത് ആരുടെ വിഷനായിരുന്നു? ഹരിനാമം പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് സ്വയം ഭഗവാൻ അവതരിച്ചു ചൈതന്യ മഹാപ്രഭുവായിട്ട്. അദ്ദേഹത്തിന്റെ വിഷനായിരുന്നു. ആ വിഷൻ ആരേറ്റെടുത്തു? ഗൗഡീയ വൈഷ്ണവ പരമ്പരയിലെ എല്ലാ ആചാര്യന്മാരും ഏറ്റെടുത്തു. പതുക്കെ 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 ബട്ടർഫ്ലൈസിന്റെ എണ്ണം കൂടി. എന്നിട്ട് എന്തായി? അവരുടെ ഊർജങ്ങളെല്ലാം ഒരുമിച്ച് കൂടിയിട്ട് ഏറ്റവും അവസാനം ചൈതന്യ മഹാപ്രഭുവിന്റെ ആ ഒരു മെസ്സേജ് പൂർണ്ണമായിട്ടും ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് സ്വന്തം ഗുരുവിന്റെ വാക്കുകൾ സഫലമാക്കാൻ വേണ്ടിയിട്ട് അത്രയും കഷ്ടപ്പാടും കടന്ന് എവിടെ പോയി? ശ്രീല പ്രഭുപാദർ വന്നിട്ട് വെസ്റ്റേൺ വേൾഡിൽ പോയി. അമ്മ ചെയ്തോണ്ടിരുന്നപ്പോഴാ അമ്മ വിളിച്ചത്. അപ്പോ എന്താണ്? വെസ്റ്റേൺ വേൾഡിലേക്ക് പോയി. അപ്പൊ ഒരു എന്താണ് വിഷൻ, ദീർഘവീക്ഷണം എന്ന് പറയുന്നത് നമ്മൾ കണ്ടുകൊണ്ടേ ഇരിക്കുകയാണ്. പതുക്കെ 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 ആൾക്കാർക്ക് എന്താണ് നമ്മളുടെ ഭഗവത്ഗീതയിലും ഭാഗവതത്തിലുമുള്ള വിശ്വാസം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കലിയുഗത്തിൽ നടക്കുന്നുണ്ട്. പത്രം തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? MDMA-യും ലഹരിയും കൊലപാതകങ്ങളും പീഡനവും അതും ഇതും ഒക്കെ തന്നെയാണ്. പൊളിറ്റിക്സും എന്താണ് അഴിമതിയും ഒന്നും ഇല്ലാത്തതൊന്നും ഇല്ല. പക്ഷെ എന്നാലും ചില നല്ല നല്ല കാര്യങ്ങളും നടക്കുന്നുണ്ട്. അതൊരു ബട്ടർഫ്ലൈ ഇഫക്റ്റ് ആയിട്ട് വലിയ കൊടുങ്കാറ്റ് പോലെ ആകാൻ വേണ്ടിയിട്ട് പ്രഭുപാദ എന്ത് ചെയ്തിരിക്കുന്നു? ദീർഘവീക്ഷണം നടത്തിയിരിക്കുന്നു. അടുത്ത 10,000 വർഷം എന്തായിരിക്കും? ചൈതന്യ എറയില് ഗോൾഡൻ പീരീഡ് ആയിരിക്കും. അപ്പൊ അതിനുവേണ്ടി നമ്മളും നമ്മളുടെ ബട്ടർഫ്ലൈ ഇഫക്റ്റ് എന്ത് ചെയ്യണം? സമർപ്പിക്കണം. നമ്മൾ വിചാരിക്കും നമ്മൾ ചെയ്തിട്ട് എന്തോ കിട്ടാനാണ്. നമ്മൾ ആരോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും കേൾക്കുമോ? കേൾക്കുന്ന ആൾക്കാരുണ്ട്. കർമ്മം അല്ലെങ്കിൽ നമ്മളുടെയും ശ്രോതാവിന്റെയും കർമ്മം അനുസരിച്ച് നമ്മൾ പറഞ്ഞാൽ കേൾക്കണം എന്ന് പറയുന്ന ആ കർമ്മത്തിലുള്ള ആൾക്കാരും കാണും. അപ്പൊ അതുകൊണ്ട് പറഞ്ഞുകൊണ്ടേ ഇരിക്കുക. ടേക്കപ്പ് ചെയ്യുന്ന ആൾക്കാർക്ക് എന്താണ്? ഈ ഒരു മേഴ്സി, കാരുണ്യം ഉണ്ടെങ്കിൽ അവരും ഇത് എന്ത് ചെയ്യും? സ്പ്രെഡ് ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ ആ ബട്ടർഫ്ലൈ ഇഫക്റ്റ് എന്തായി മാറും? ഒരു വലിയ കൊടുങ്കാറ്റായി മാറും. കൃഷ്ണാവബോധത്തിന്റെ കൊടുങ്കാറ്റ് എന്ന് പറയും. സോ only the devotees of Lord Chaitanya Mahaprabhu can dissipate the darkness of Kali Yuga. Srila Prabhupada sentence of only the devotees of Lord Chaitanya Mahaprabhu. കാരണം അതോറിറ്റേറ്റീവ് ആയിട്ട് എന്താണ്? സദ്ഗുണ സമ്പന്നർ എന്ന് പറയാൻ വേണ്ടിയിട്ട് ചൈതന്യ മഹാപ്രഭുവിന്റെ പൂർണ്ണമായിട്ടും അദ്ദേഹത്തിന്റെ അതോറിറ്റേറ്റീവ് ആയിട്ട് സ്വീകരിച്ചിരിക്കുന്ന ആൾക്കാരേ ഉള്ളൂ. കാരണം പരിശുദ്ധ ഭക്തന്മാർക്ക് മാത്രമേ എല്ലാ ഗുണങ്ങളും ഉണ്ടാവുകയുള്ളൂ. ഹരൗ അഭക്തസ്യ കുതോ മഹത് ഗുണം. എന്താണ്? ഹരിയുടെ അഭക്തന്മാർക്ക്, അതായത് അവിശ്വാസികളായിട്ടുള്ളവർക്ക്, എത്തിസ്റ്റുകൾക്ക് എന്ത് ഗുണമാണ് ഉണ്ടാവാൻ പോകുന്നത്? മനോരഥേനാവധി ധാവത്തോ ബഹി. അവരുടെ ചിന്തകളും പ്രവൃത്തികളും എല്ലാം എന്താണ്? മനോരഥത്തിലാണ്, അവിടെ ഇവിടെയൊക്കെയാണ്. പക്ഷെ ആരാണ്? സർവൈർ ഗുണൈർ തത്ര വിശാരദേ സുര. എന്താണ്? ഭക്തന്മാർക്ക് എത്ര ഗുണങ്ങൾ, അതായത് ദേവന്മാർക്കുള്ള അത്രയും അതിനെക്കാട്ടിലും ഗുണങ്ങളുണ്ട്. വൈഷ്ണവർ എന്ന് പറഞ്ഞാൽ അതിനെക്കാട്ടിലും ഒക്കെ മേലെയാണെന്നാണ് പറയുന്നത്. അപ്പൊ ആ ഗുണങ്ങൾ ആർക്കാണുള്ളത്? ചൈതന്യ മഹാപ്രഭുവിന്റെ ഡിവോട്ടീസിന് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അവർക്ക് മാത്രമേ എന്ത് സാധിക്കുകയുള്ളൂ? They can dissipate the darkness of Kali Yuga, the ignorance of the population of this age. No one else can do so. പ്രഭുപാദ് ഭയങ്കര കട്ടിംഗ് ആയിട്ടാണ് പറഞ്ഞത്. വേറെ ആർക്കും ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്? അത് പറയണം അല്ലെങ്കിൽ അത് പ്രവർത്തിക്കണം എന്നുണ്ടെങ്കിൽ എന്തായിരിക്കണം? അത്ര കോൺഫിഡന്റ് ആയിരിക്കണം, പ്യൂർ ആയിരിക്കണം. പ്യൂരിറ്റി ഈസ് ദി എസെൻസ്. പ്യൂരിറ്റി എന്താണ്? ഫോഴ്സ് ആണ്. യെസ് അല്ലെ? പ്യൂരിറ്റി, അതെ, പ്യൂരിറ്റി ഈസ് ദി ഫോഴ്സ് എന്നല്ലേ പറയുന്നത്? യെസ്. So we therefore wish that all the devotees of the Krishna consciousness movement may reflect the supreme sun and thus dissipate the darkness of the entire world. നമ്മൾക്കുള്ള നിർദ്ദേശം കൂടിയാണ്. ഈ പർപ്പൊട്ടൊക്കെ വായിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്മൾ വെറുതെ ഇരിക്കുക? ശീല പ്രഭുപാദ് നമ്മളോട് ഡയറക്ട്ലി പറയുകയാണ്, യുവർ എവർ വെൽ വിഷർ. ആരാണ്? ശീല പ്രഭുപാദ് നമുക്ക് ലെറ്റർ എഴുതുകയാണ്. ഈ പർപ്പൊട്ടൊക്കെ നമുക്ക് കിട്ടുന്ന ലവ് ലെറ്റേഴ്സ് ആണ് പ്രഭുപാദിന്റെ അടുത്തുനിന്ന്. എനിക്ക് വേണ്ടി എഴുതിയതാണ്. എന്താണ് എഴുതിയിരിക്കുന്നത്? We therefore wish that all the devotees of the Krishna consciousness movement. ആരെയാണ് പറയുന്നത്?
ഞാനും കൃഷ്ണബോധത്തില് വന്നിട്ട് പ്രവർത്തിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഭക്തനല്ലേ? അപ്പൊ പ്രഭുപാദ് എന്നോട് പറയുകയാണ്, മേ റിഫ്ലക്ട് ദ സുപ്രീം സൺ ആൻഡ് ദസ് ഡിസിപ്പേറ്റ് ദ ഡാർക്ക്നെസ് ഓഫ് ദ എൻറ്റയർ വേൾഡ്. ആരുടെ ഉത്തരവാദിത്വം? എന്റെ ഉത്തരവാദിത്വം. എല്ലാ ഭക്തന്മാരും ഇങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശീല പ്രഭുപാദ് തന്നെ പറയുന്നു, നിങ്ങൾക്ക് ഒരു ദിവസം കൊണ്ട് എന്താക്കാം, ഈ ലോകത്തിന് മുഴുവൻ കൃഷ്ണാവബോധമുള്ളവരാക്കി മാറ്റാമെന്ന്. വളരെ അതിശയോക്തിയാണെന്ന് നമ്മൾക്ക് തോന്നുമെങ്കിലും പക്ഷേ അതിശയോക്തി അല്ല. എന്താണത്? ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ബട്ടർഫ്ലൈ, നമ്മളുടെ ബട്ടർഫ്ലൈ ഇഫക്റ്റ് നമ്മൾ ചെയ്താൽ മതി. ബാക്കി എല്ലാം എന്തായിക്കോളും. ഭഗവാന്റെ കൃപയും മേഴ്സിയും കൊണ്ട് നടന്നോളും. നിമിത്ത മാത്രം ഭവ സവ്യസാചിൻ. അർജുന, നീ നിമിത്തം മാത്രമായി ഭവിക്കൂ. ഭഗവാൻ നമ്മളോട് പറയണം, പ്രഭുപാദ് നമ്മളോട് പറയുകയാണ്, യു ജസ്റ്റ് ഡു വാട്ട് എവർ ഐ ഹാവ് ഗിവൺ. ഈ എല്ലാം എഴുതി തന്നിട്ടുണ്ട്, ഇനി എന്ത് ചെയ്യണം? ചുമ്മാ പറഞ്ഞാൽ മതി. അത് വായിച്ച് മനസ്സിലാക്കണം. അത് ആ ഒരു എഫേർട്ട് നമ്മൾ ഇടണം. ഈ പ്രഭുപാദിന്റെ പുസ്തകങ്ങളും ചാൻഡിങ്ങും സേവനവും ഒക്കെ ചെയ്യണം. അങ്ങനെ എന്ത് ചെയ്തെടുക്കണം? നമ്മളുടെ പ്യൂരിറ്റി ഡെവലപ്പ് ചെയ്തെടുക്കണം. ആ പ്യൂരിറ്റി ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? മെസ്സേജ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് നോർമലി നടന്നോളും. കാരണം ആൾക്കാർ നമ്മൾ ആചരിക്കുന്നത് നോക്കിയാണ് നമ്മളെ അളക്കുന്നതും നമ്മളെ ഫോളോ ചെയ്യുന്നതും. ആചരിക്കുന്നത് ചുമ്മാ പറയുന്നതിനനുസരിച്ച് പ്രവർത്തിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ആൾക്കാരുടെ മനസ്സിൽ ഒരു മാറ്റവും ഉണ്ടാവുകയില്ല. പറയുന്നതിനനുസരിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? അത് വലിയ മാറ്റത്തിന് കാരണമായി തീരും എന്ന് പറയും. ഇനി നമുക്കൊരു ശ്ലോകം കൂടെ കാണാം. ഏതകഹീല ഗ്രന്ഥാരംഭേ സോറി ഏതകഹീല ഗ്രന്ഥാരംഭേ മുഖബന്ധ ഏബേ കഹി ചൈതന്യ ലീല ക്രമ അനുബന്ധ. എന്താണ് ഈ 13 ചാപ്റ്ററുകളിൽ, അല്ല സോറി 12 ചാപ്റ്ററുകളിൽ ഏതകഹീല ഗ്രന്ഥാരംഭേ, എന്താണ്? ഗ്രന്ഥത്തിന്റെ ആരംഭത്തിൽ. കഹീല, ഞാൻ പറഞ്ഞത് മുഖബന്ധ, എന്താണ്? പ്രീഫേസ്. പ്രീഫേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആമുഖം എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. ഒരു ബുക്കിന്റെ ആമുഖം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് എന്ത് ഉള്ളടക്കമുണ്ടോ അതിലേക്ക് ശ്രോതാവിനെ അല്ലെങ്കിൽ വായിക്കുന്ന ആളെ കൂട്ടിക്കൊണ്ടു പോകുന്ന എന്താണ്? ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ ആണ് ആമുഖം എന്ന് പറയുന്നത്. അപ്പൊ ഈ 12 ചാപ്റ്റർ നമ്മൾ കേട്ടത് എന്താണ്? ആമുഖം മാത്രമാണ്. പിന്നെന്താ പറയുന്നത്? ഏബേ കഹി ചൈതന്യ ലീല ക്രമ അനുബന്ധ. ഇനി ഞാൻ ക്രമമായിട്ട് എന്ത് ചെയ്യാം? ചൈതന്യ ലീലയെ പറ്റി പ്രതിപാദിക്കാം. അപ്പൊ നമ്മള് വളരെ ഈഗറായിട്ട് കേൾക്കാൻ വേണ്ടി താല്പര്യമുള്ളവരായിരിക്കണം. എന്ത് ചെയ്യാൻ പോവുകയാണ്? കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി ചൈതന്യ ലീല പറയാൻ പോവുകയാണ്. Thus I have spoken the preface of Chaitanya Charitamrita. Now I shall describe Chaitanya Mahaprabhu's pastimes in chronological order. ഇതിനു മുന്നേ നമ്മൾ പാസ്റ്റ് ടൈംസ് കേട്ടല്ലോ. ഓരോരോ വ്യക്തികളും എന്തൊക്കെയാണ് ചെയ്തത്, എന്തൊക്കെ പാസ്റ്റ് ടൈംസ് ആണെന്നുള്ള അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമ്മൾക്ക് ചെറിയ ചെറിയ സൂചനകൾ തന്നിരുന്നു അല്ലെ കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി. പക്ഷെ ഇപ്പൊ അദ്ദേഹം പറയുകയാണ്, ഇനി ഞാൻ അത് ക്രോണോളജിക്കൽ ഓർഡർ, അതായത് ക്രമാനുഗതമായിട്ട് പറയാം. പ്രഥമേത സൂത്രരൂപേ കരിയേ ഗണന പാജ്ഞേതഃ വിസ്താരി കരിബ വിവരണ. എന്താണ്? പ്രഥമേത സൂത്രരൂപേ, ആദ്യം ചെറുതായിട്ട് ഞാൻ വന്നിട്ട് കരിയേ ഗണന, അത് ഞാൻ പറഞ്ഞു. പാച്ഞേ, അതായത് ഇനി ദേർ ആഫ്റ്റർ, ഇനി പറയാൻ പോവുകയാണ്. തഹ വിസ്താരി കരീബ, എന്താണ്? വിസ്തരിച്ച് ഞാൻ പറയാൻ പോവുകയാണ് അതിന്റെ വിവരണം. ഫസ്റ്റ് ലെറ്റ് മീ ഗിവ് എ സിനോപ്സിസ് ഓഫ് ലോർഡ് പാസ്റ്റ് ടൈംസ്, then I shall describe them in detail. അപ്പോ എന്താണ് ശ്രീ ചൈതന്യ മഹാപ്രഭു അവതരിക്കാൻ പോകുന്ന കാര്യം? അതായത് 8ാമത്തെ ശ്ലോകം മുതലാണ് ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ അവതാര ഉദ്ദേശം നേരത്തെ പറഞ്ഞു അല്ലേ? ഒരു നല്ല മനോഹരമായ ശ്ലോകം, 6ാമത്തെ ശ്ലോകം, 1:1:6. ശ്രീരാധായ പ്രണയ മഹിമ എന്ന് തുടങ്ങുന്ന ശ്ലോകം. ആ ശ്ലോകത്തിൽ 3 കാരണങ്ങൾ പറയുന്നുണ്ട്. റീസൺസ് ഫോർ ചൈതന്യ മഹാപ്രഭുസ് അപ്പിയറൻസ്, അല്ലെങ്കിൽ കൃഷ്ണ അപ്പിയറിംഗ് ആസ് ചൈതന്യ മഹാപ്രഭു. തിരിച്ചുപോയി നമുക്ക് ഇതൊന്ന് വായിച്ചു നോക്കാം ഹോംവർക്ക് ആയിട്ട്. അപ്പോ 8ാമത്തെ ശ്ലോകം മുതൽ ചൈതന്യ മഹാപ്രഭുവിന്റെ അവതാരത്തെക്കുറിച്ച് കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി പ്രതിപാദിക്കുന്നതാണ്. അത് നമ്മൾക്ക് തിങ്കളാഴ്ച മുതൽ കേൾക്കാം. അപ്പോ ഇന്നത്തെ ടേക്ക് ഹോം മെസ്സേജ്, അല്ലെങ്കിൽ ഒരു ക്ലാസ്, നമ്മൾ വെറുതെ കേൾക്കുകയല്ലല്ലോ ക്ലാസ്. എന്താണ് ടേക്ക് ഹോം മെസ്സേജ്? ആധ്യാത്മിക ജീവിതത്തിൽ നമ്മൾക്ക് ഉന്നതി നേടണം എന്നുണ്ടെങ്കിൽ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യം എന്താണ്? കൃപ, ഗ്രാറ്റിറ്റ്യൂഡ്, ഹ്യൂമിലിറ്റി. അതായത് ഭഗവാന്റെ മേഴ്സി അത് ആർക്കാണ് കിട്ടുക? താണ നിലത്തെ നീരോടു എന്ന് പറയുന്നത് പോലെ ഹമ്പിൾ ആയിട്ടുള്ള ആൾക്കാരിൽ മാത്രമേ, ഒഴിഞ്ഞ കുടത്തിനകത്തല്ലേ വെള്ളം ഒഴിക്കാൻ പറ്റുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് കൃപ കിട്ടണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം?
ഹ്യൂമിലിറ്റി വേണം. ഹ്യൂമിലിറ്റി ഉണ്ടെങ്കിൽ എന്തുണ്ടാവും? ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാകും. ഈ 3 കാര്യങ്ങളും നമ്മൾക്കുണ്ടോ എന്ന് നമ്മൾ ഉള്ളിൽ പരിശോധിച്ച് നോക്കണം. അത് ഇല്ല എങ്കിൽ അത് ഡെവലപ്പ് ചെയ്തെടുത്താൽ മാത്രമേ നമ്മൾക്ക് ആധ്യാത്മികമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കണം. ഈ ക്ലാസ്സിൽ എന്നോടൊപ്പം ചേർന്ന എല്ലാ ആൾക്കാർക്കും നന്ദി. വളരെയധികം എന്താണ് മനോഹരമായിട്ട് ഈ ഒരു ചൈതന്യ ചരിതാമൃതം ഹരേ കൃഷ്ണ. Hare Krishna, Maji. Thank you so much, Maji. Hare Krishna. ഇനി 8ാമത്തെ ശ്ലോകമാണ് എടുക്കേണ്ടത്. നമ്മൾ ആദ്യത്തെ 7 ശ്ലോകങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. Okay, Maji. Hare Krishna. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം? കാരണം ഇന്ന് പറഞ്ഞ ക്ലാസ്സിൽ പ്രത്യേകിച്ച് സംശയം ഉണ്ടാകാൻ സാധ്യത ഇല്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇത് ഇൻട്രൊഡക്ഷൻ ആണ് നമ്മൾ പറഞ്ഞത്. ചൈതന്യ മഹാപ്രഭുവിന്റെ ആവിർഭാവത്തെ കുറിച്ച് പറയാനിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ എന്തെങ്കിലും കമന്റ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും നിർദ്ദേശങ്ങൾ, എനിക്ക് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഉപദേശങ്ങൾ, നിങ്ങൾ എല്ലാവരും സീനിയേഴ്സ് ആണ് എന്നെക്കാളും. അപ്പൊ ഞാന് ഈ പ്രകാരം ഇരുന്ന് ഇങ്ങനെ എന്താണ് പറയുന്നത്, ജസ്റ്റ് റിപ്പീറ്റിംഗ് ആണ്. ആ റിപ്പീറ്റ് ചെയ്യുന്നത് അല്ലാതെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും എന്താണ് ഒരു റിയലൈസേഷൻ കൊണ്ട് ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള അവസരങ്ങളിൽ എനിക്കും കൂടി അത് കേൾക്കാനുള്ള ആഗ്രഹമുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ. എല്ലാവരും മ്യൂട്ടാണെന്ന് തോന്നുന്നു മാതാജി. Thank you, Mataji, very much. Thank you. Wonderful lecture. ഹരേ കൃഷ്ണ. Thank you. പിന്നെ മാതാജി ചോദിച്ച സ്ഥിതിക്ക് ഞാൻ പറയാം, ബട്ടർഫ്ലൈ ഇഫക്റ്റ് വാസ് വെരി നൈസ്. പിന്നെ അത് കഴിഞ്ഞിട്ട് മാതാജി പറഞ്ഞു ദ ഹംബിൾ ആൻഡ് ഇതില് മാതാജി ഒരു പറഞ്ഞില്ലേ, നമ്മളൊരു സ്ഥലത്ത് നമ്മൾ പറയാൻ പോവാണ്, ലെക്ചർ കൊടുക്കാൻ പോകുമ്പോൾ അവിടെ വെച്ചിട്ട് നമ്മൾ മൈക്ക് പിടിക്കുമ്പോൾ തന്നെ പറഞ്ഞു വി ആർ ഗോയിങ് ടു ഗിവ് എ ലെക്ചർ അബൌട്ട് ടോളറൻസ്, ഹംബിൾ. എന്നിട്ട് അവിടെ വെച്ചിട്ട് തന്നെ നമ്മൾ തന്നെ ചൂടായി ഉണ്ടെങ്കിൽ. അതെ ബ്രോ. കേൾക്കുന്നില്ല പ്രഭു ബ്രേക്ക് ആയി പോകുന്നു. കട്ടായി പോയെന്ന് തോന്നുന്നു. പ്രഭുവിന്റെ ഫോൺ കട്ടായി എന്ന് തോന്നുന്നു. കൃഷ്ണ കേൾക്കുന്നില്ലല്ലോ മാജി പ്രഭു പറയുന്നേ. എനിക്ക് തോന്നുന്നു ഫോൺ ഇപ്പൊ പാർട്ടിസിപ്പൻസിനകത്തുനിന്ന് പ്രഭുവിന്റെ പേര് കാണുന്നില്ല. ലെഫ്റ്റ് ആയിട്ടുണ്ടാവും. തിരിച്ചു കയറുന്നു. ഓക്കെ. ഹരേ കൃഷ്ണ മാതാജി. പ്രണാമം മാതാജി. വളരെ നല്ല ക്ലാസ്. നിർദ്ദേശങ്ങളൊന്നും പറയാനില്ല. ശരിക്കും ഈ ചൈതന്യ ചരിതാമൃതം കേൾക്കാനുള്ള ഒരു താല്പര്യവും ആകാംക്ഷയും കൊണ്ടാണ് ഇതിൽ വന്നിരിക്കുന്നത്. അത് എന്തെങ്കിലും പറയുമ്പോഴാണ് നമുക്ക് മനസ്സിലായത്. പ്രായം കൊണ്ട് മാത്രമേ സീനിയർ ഉള്ളൂ മാതാജി, അല്ലാതെ പ്രായം കൊണ്ട് ഒരിക്കലും സീനിയർ അല്ല. അപ്പൊ അതുകൊണ്ട് ഈ ശനിയാഴ്ച ദിവസം പ്രത്യേകിച്ച് മാതാജിയുടെ ക്ലാസ് കേൾക്കാനായിട്ട് വളരെ നല്ല ഒരു ഒഴുക്കില് അത്ര നന്നായിട്ടാണ് നിങ്ങൾ. അപ്പൊ ഈ ദിവസം ഒരിക്കലും മിസ്സാവാനായിട്ട് ഉള്ള ഒരു ഇട വരുത്താൻ ഭഗവാൻ പ്രാർത്ഥിക്കുന്നു ഞാൻ. അതുപോലെ നന്നായിട്ടാണ് മാതാജി പറഞ്ഞു തരുന്ന ക്ലാസ് ഓരോന്നും വിശദീകരിച്ച്. വളരെ സന്തോഷം മാതാജി. താങ്ക് യു വെരി മച്ച്. മാതാജി പറഞ്ഞതുപോലെ ആ ഗ്രാറ്റിറ്റ്യൂഡ് അത് എപ്പോഴും ഈ പറഞ്ഞു തരുന്ന എല്ലാവരോടും ഉണ്ട്. അത് കാരണം ഇത് ഞാനൊരാളിരുന്ന് വായിച്ചാല് എനിക്ക് അങ്ങനെ വായിച്ചു പോവുകയില്ല, അങ്ങനെ വായിച്ച് തീർക്കാൻ പറ്റുകയില്ല. ഒരാൾ വായിച്ചിങ്ങനെ പറഞ്ഞു തരുമ്പോൾ നമ്മൾ അത് വായിക്കുകയും ചെയ്യും, അതിനകത്ത് നിന്നുള്ളത് മനസ്സിലാവുകയും ചെയ്യും. അല്ലാതെ ഇരുന്ന് വായിക്കുമ്പോൾ കുറച്ച് വായിക്കുമ്പോൾ നമുക്ക് ഇത്തിരി ഉറക്കം വരും, അല്ലെങ്കിൽ അതിൽ കേറില്ല നമുക്ക് തലയിലേക്ക്. അങ്ങനെ ഇങ്ങനെ വായിക്കുമ്പോൾ ആ ചൈതന്യ ചരിതാമൃതം അങ്ങ് വായിച്ച് തീർക്കാൻ പറ്റുമല്ലോ, അല്ലെങ്കിൽ കേട്ട് തീർക്കാൻ പറ്റുള്ളൂ എന്നുള്ള ആ ഒരു സന്തോഷത്തോടെയും ആകാംക്ഷയോടെയാണ് വന്നിരിക്കുന്നത്. വളരെ നന്ദി മാതാജി. ഹരേ കൃഷ്ണ. സോറി മാതാജി, ഡിസ്കണക്ട് ആയി പോയി. ഫോൺ വന്നു പോയി. അപ്പൊ the learning point is that മാതാജി പറഞ്ഞ മാതിരി തന്നെ നമ്മളെ ഹാബിറ്റ്, നമ്മള് ഇപ്പൊ മാതാജി ലെക്ചർ എടുക്കുമ്പോ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടല്ലേ ലെക്ചർ എടുക്കണത്.
You have done your hard work is reflecting on your speak itself. എത്ര ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് മാതയുടെ റിഫ്ലക്ഷൻ നമുക്ക് കാണുന്നുണ്ട്. We are getting that energy while I am sitting in Abu Dhabi and I am getting the energy from there. That platform നമ്മൾ ഞാനിപ്പോൾ പറഞ്ഞില്ല, I am thanking ഉമാ പ്രതാപ് മാതാജി, കഥാമൃത് പ്രഭുനെല്ലാം താങ്ക് യു പറയാണ്. ഇത്ര നല്ലൊരു പ്ലാറ്റ്ഫോം we are setting up from Trivandrum and I am listening. അപ്പൊ ഇത് പ്രിപ്പയർ ചെയ്യണ മാതിരി ചൈതന്യ ചരിതാമൃതത്തിന്റെ ഉള്ളില് മധ്യലീല 19156 ഉള്ളില് ഒരു ഫസ്റ്റ് വാക്ക് നിഷേധ ആചാര്യ കുട്ടി നാട്ടി. ഇതിന്റെ ഉള്ളിൽ ഈ വാക്കിനെ നമ്മൾ പലപ്പോഴും ക്ലാസ് എടുക്കുമ്പോൾ നമ്മൾ വളരെ പ്രിപ്പയർ ആയി പോകും. പക്ഷെ നമ്മൾ അവിടെ പോയിട്ട് ഇങ്ങനെ ചീത്ത പറയും, അല്ലെങ്കിൽ മാതാജി പറഞ്ഞ മാതിരി ഈ എന്താ സംസാരിക്കേണ്ടെന്ന് അറിയില്ല. പെട്ടെന്ന് പോയിട്ട് ക്ലാസ് അമ്പലും ടോളറൻസ് എല്ലാം എടുക്കുന്നത്. പക്ഷെ നമ്മൾ തന്നെ നമ്മളെ എന്താ പറയാ, മലയാളത്തിൽ ഐ ഡോണ്ട് നോ ടു ടെൽ ദാറ്റ് വേർഡ്, നമ്മൾ തന്നെ നമ്മളെ ട്രാക്ക് വിട്ടിട്ട് വേറെ ട്രാക്കിന്റെ ഉള്ളിൽ പോയിട്ട് ആദ്യം തന്നെ അവർ ചീത്ത പറയും. അപ്പൊ ആ ക്ലാസ് കേൾക്കണവർ എങ്ങനെയാണ് അതുകൊണ്ട് ലാഭിക്കുക? അപ്പൊ നമ്മൾ തന്നെ പ്രിപ്പയർ ആവണമെങ്കിൽ ഇതേമാതിരി ക്ലാസ് എടുത്ത് ഇതേമാതിരി ക്ലാസ് കേട്ട് നമ്മൾ ഹമ്പിൾ ആവും. അല്ലെങ്കിൽ മാതാജി ഒരു വാക്ക് പറഞ്ഞു, ഗ്രാറ്റിറ്റ്യൂഡ്, ഹമ്പിള്, ടോളറൻസ്. ദിസ് വിൽ നോട്ട് കം ഫ്രം ദ വേർഡ്, യു നോ. This will only, we have to, Maharaj എന്താ പറയണ, you have to merge yourself in Bhagavatam. മഹാരാജ് പറയണ you have to hammer, തലയിൽ അടിച്ചടിച്ച് നമ്മൾ പഠിക്കണം. ഇപ്പൊ നിങ്ങളെല്ലാം ഈ ക്ലാസ് എടുത്തിട്ട് നമ്മൾ കേട്ട് നമ്മൾ ഒരു പ്ലാറ്റ്ഫോമിൽ പോയി നിൽക്കുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ വാക്കുകൾ ഓർമ്മ വരും. ഈ കുട്ടികൾ ലേറ്റ് ആയി വന്നാലും അവരെ ഏത് രീതിയിൽ ഹാൻഡിൽ ചെയ്യണം, ഇതെല്ലാം ഇങ്ങനെ ക്ലാസ് കേട്ടോണ്ട് വന്ന ഇതെല്ലാം ഇറ്റ് വിൽ നോട്ട് കം ഓട്ടോമാറ്റിക്കലി. അല്ലാണ്ട് ഇപ്പൊ ചിലർ പറയും ഓക്കെ ഐ ലൈക്ക് യുവർ പോയിന്റ് ഇസ് വെരി ലൈക്സ് ഹംബിൾ, ഗ്രാറ്റിറ്റ്യൂഡ് എല്ലാം നല്ലതാണ്. ബട്ട് വേർ ആർ യു ഗോയിങ് ടു ഇംപ്ലിമെന്റ് ദിസ് വൺ? ഹൗ ആർ യു ഗോയിങ് ടു ബ്രിങ് ഇറ്റ് ഇൻ ടു അവർ സെൽഫ്? ബൈ ഹിയറിംഗ്. ഇപ്പൊ നമ്മൾ രാവിലെ ക്ലാസ് അറ്റൻഡ് ചെയ്തു ഭാഗവതം ട്രിവാൻഡ്രം. അത് കഴിഞ്ഞ് ഞങ്ങൾ മഹാരാജിന്റെ ഗോപാലകൃഷ്ണ മഹാരാജിന്റെ ഇവിടെ ഒരു ഡിസൈബിൾ മഹാരാജ് വന്നിരുന്നു, അവരുടെ ലെക്ചർ അറ്റൻഡ് ചെയ്തു. അത് കഴിഞ്ഞ് ഇപ്പൊ നിങ്ങളെ ലെക്ചർ ഇത് കഴിഞ്ഞ് വീണ്ടും ഭഗവത്ഗീത. ഇത് സമയം കൊടുക്കാനുണ്ടെങ്കിൽ ഈ അല്ലെങ്കിൽ ഈ മാളിലും ഗാർഡനിലും അവിടെ ഇവിടെ നമുക്ക് ഇതെല്ലാം ഭയങ്കര ബ്യൂട്ടിഫുൾ പ്ലാറ്റ്ഫോമാണ്. ഇത് ട്രിവാൻഡ്രത്തിൽ നിങ്ങൾ സെറ്റ് ചെയ്ത് ഡിവോട്ടികൾ എവിടെയും പോകേണ്ട ആവശ്യമില്ല. ഇതിന്റെ ഉള്ളിൽ ഇരുന്ന് കഴിഞ്ഞാൽ മാതാജി പറയുന്ന വാക്കുകളെല്ലാം നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. താങ്ക് യു വെരി മച്ച് ഫോർ യുവർ വണ്ടർഫുൾ ടൈം ആൻഡ് അസോസിയേഷൻ. വാട്ട് യു ആർ ഗിവിംഗ് ഇസ് എക്സലന്റ്. താങ്ക് യു ടു ഓൾ ദ ഡിവോട്ടീസ് ഓഫ് ട്രിവാൻഡ്രം. താങ്ക് യു വെരി മച്ച്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു രാധാ ദാമോദർ പ്രഭു. പ്രഭു, മാതാജി ഹരിപ്രിയ മാതാജി ഡോക്ടറാണ്, മാതാജി ഫിസിഷ്യൻ ആണ്, മാതാജി ഒരു ഹെൽത്ത് പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടറാണ്. അത്രയും തിരക്ക്. അത് മാത്രമല്ല ഞങ്ങളുടെ ഇസ്കോൺ ട്രിവാൻഡ്രത്തിന്റെ കിച്ചണിന്റെ ഫുൾ ഇൻചാർജ് ആണ്. അത്രയും തിരക്ക് വെച്ചിട്ടാണ് മാതാജി നമുക്ക് ക്ലാസ് എടുക്കാൻ വരുന്നത്. താങ്ക് യു സോ മച്ച് മാതാജി. ഹരേ കൃഷ്ണ. താങ്ക് യു ഒരാള് മാത്രമാണ് ഈ വിശേഷണങ്ങളൊന്നും എനിക്ക്, അതെല്ലാം എനിക്ക് ടെമ്പിൾ മാനേജ്മെന്റ് തന്ന വിശേഷണങ്ങളാണ്. ഞാൻ വെറും സിമ്പിൾ ആയിട്ടുള്ള ഒരാളാണ്. അല്ലല്ല, എല്ലാം ഡിവോട്ടികള്, എല്ലാവരുടെ ഷെൽട്ടർ, ഇങ്ങനെ എല്ലാവരുടെ ഷെൽട്ടർ മാതാജി പറഞ്ഞില്ലേ, എല്ലാവരുടെ ഷെൽട്ടറിൽ ഇങ്ങനെ ഉണ്ടായാൽ മതി. നമ്മള് കൃപയുണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെയൊക്കെ നടക്കുകയുള്ളൂ. നമ്മളെ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ അവരാണ് തള്ളിവിടുന്നത്. നമ്മള് ചുമ്മാ ഇഗ്നേറ്റ് ചെയ്യാതെ വെറുതെ വണ്ടിക്കകത്ത് ഇരിക്കുന്നതേ ഉള്ളൂ ഇപ്പോഴും. താങ്ക് യു താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. മാതാജി വേറെ ആർക്കും എന്തെങ്കിലും കൺക്ലൂഡ് ചെയ്യാം? നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. താങ്ക് യു.